വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ നമ്മൾ മോർഫോളജി ചാപ്റ്ററിന്റെ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. പ്ലാന്റിന്റെ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? ഇനി നമുക്ക് ഫ്ലവർ പഠിക്കണം, ഫ്രൂട്ട് പഠിക്കണം അല്ലെ. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയും. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഫസ്റ്റ് പാർട്ടിൽ കൂടെ എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും അത് കവർ ചെയ്തു എന്ന് വിശ്വസിച്ചിട്ട് നമുക്ക് അടുത്ത പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എനിക്കറിയാം കുറച്ച് ഡ്രൈ ആണ് എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് മാർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കയറ്റണം ഇമ്പ്രൂവ്മെന്റിന് അല്ലെ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ടീച്ചർ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് നേരെ അടുത്ത പാർട്ടായിട്ടുള്ള ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയടാ, എന്താണ് ഫ്ലവർ? ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഷൂട്ട് ഇൻ ദ ആൻജിയോസ്പെർം മെന്റ് ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഒരു പ്ലാന്റിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന പാർട്ടാണ് എന്ത്? ഓക്കെ, റീപ്രൊഡക്ഷൻ നടക്കുന്ന ഭാഗമാണ് എന്ത്? നമ്മുടെ ഫ്ലവർ. നമ്മളിപ്പോ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്ലസ് ടുവിലെ കുട്ടികളായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ഇത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അല്ലെ. ഫ്രഷേഴ്സ് അല്ലല്ലോ, പ്ലസ് വണ്ണിലെ കുട്ടികളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഫ്ലവേഴ്സിലാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്താ? ഇൻഫ്ലോറസൻസ്. എന്താ ഇൻഫ്ലോറസൻസ്? നമ്മൾ പ്ലസ് ടുവിൽ ഓൾറെഡി പഠിച്ചു അല്ലെ. ഫ്ലവേഴ്സിനെ കുഞ്ഞു 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 ഫ്ലവേഴ്സിനെ കൊലകളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഇൻഫ്ലോറസൻസ്. എന്താണ്? ഇറ്റ് ഈസ് അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ്, peduncle or pedicel. Okay, inflorescence are two types. Okay, ഒരു ഫ്ലോറൽ ആക്സിസിൽ നമ്മൾ ഫ്ലവേഴ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് നിങ്ങൾ കണിക്കൊന്നൊക്കെ കണ്ടിട്ടില്ലേ മക്കളെ? ഓക്കെ, ഫ്ലോറൽ ആക്സിസിൽ ഫ്ലവേഴ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഫ്ലോറസൻസ്. കൊലകളായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് കാണാം. നോക്കിയാ ഈ ഫിഗറിൽ നോക്കി കണ്ടോ? ഫിഗറിൽ കണ്ടോ? ഇങ്ങനെ കൊലകളായിട്ട് എന്തോരം ഫ്ലവേഴ്സ് ആണ് ഈ ഒരൊറ്റ ആക്സിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഓൾഡ് ഫ്ലവേഴ്സ് ഇവിടെ ആയിരിക്കും, യങ് ഫ്ലവേഴ്സ് ഇവിടെ ആയിരിക്കും കണ്ടോ? അപ്പൊ ഇങ്ങനെ കൊലകളായിട്ട് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് എന്താ? ഇൻഫ്ലോറസൻസ്. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. രണ്ട് ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. റെസിമോസും ഉണ്ട്, സൈമോസും ഉണ്ട്. ഏതൊക്കെയാണ്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെസിമോസും ഉണ്ട്, സൈമോസും ഉണ്ട്. ഇനി നോക്കിയടാ, റെസിമോസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ ഇതുപോലെ. റെസിമോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം കേട്ടാ. നോക്കിയടാ, ഇങ്ങനെ ഒരു ഫ്ലോറൽ ആക്സിസ് ഉണ്ടാകും. ഇപ്പൊ വലിയ വലിയ ഫ്ലവേഴ്സ് താഴെ ആയിരിക്കും. വലിയ വലിയ ഫ്ലവേഴ്സ് താഴെ ഉണ്ടാവും. ഇങ്ങനെ ഓൾഡർ ഫ്ലവേഴ്സ് എപ്പോഴും താഴെ ആയിരിക്കും. മുകളിലേക്ക് പോകും തോറും യങ് ഫ്ലവേഴ്സ് ആയിരിക്കും, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും. ഓക്കെ, മുകളിലേക്ക് പോകും തോറും ഇങ്ങനെ ഫ്ലവറിന്റെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ആ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? റെസിമോസ്. എന്താ വിളിക്കുക? റെസിമോസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നോക്കി ഈ ഫിഗറിൽ നോക്കിയടാ, കണ്ട ഇവിടെയൊക്കെ ബേസിൽ എന്താണ്? കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആണ്. മുകളിലേക്ക് പോകും തോറും ഫ്ലവറിന്റെ വലിപ്പം എന്തായി വരിക? കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്താ? റെസിമോസ്. നോക്കിയ സെന്ററിലുള്ള ആക്സിസിനെ വിളിക്കുന്ന പേര് പെഡങ്കിൾ. ഓക്കെ, അതിന് ചുറ്റിനും നോക്കിയ താഴെ ഓൾഡർ ഫ്ലവേഴ്സ് ഉണ്ട്, മുകളിലേക്ക് പോകും തോറും യങ്ങർ ഫ്ലവർ. ഓക്കെ അല്ലേടാ? എന്താണ് ടീച്ചർ തന്നിരിക്കുന്നത്? ഫ്ലോറൽ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. ഓക്കെ, എന്താണ് ഈ പെഡങ്കിൾ എന്ന് പറഞ്ഞ ഫ്ലോറൽ ആക്സിസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളർന്നുകൊണ്ടേയിരിക്കുകയാണ് മുകളിലേക്ക്. ഇനി ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ അക്രോപെറ്റൽ സക്സഷൻ. നമ്മൾ പഠിച്ചു ലീഫിൽ അക്രോപെറ്റൽ സെക്ഷൻ പഠിച്ചു ഓർക്കുന്നുണ്ടോ? താഴെ വലുതായിരിക്കും, മുകളില് ചെറുതായിരിക്കും. ഇവിടെ അങ്ങനെയല്ലേ? ഫ്ലവേഴ്സ് താഴെ വലുതാണ്, മുകളിൽ എന്താണ്? ചെറുതാണ്. അപ്പൊ എപ്പോഴും റെസിമോസ് ഇൻഫ്ലോറസൻസില് ഫ്ലവേഴ്സ് താഴെ വലുതും മുകളിൽ എന്തായിരിക്കും? ചെറുതുമായിരിക്കും. അതാണ് കേട്ടോ അക്രോപെറ്റൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യങ്ങർ ഫ്ലവേഴ്സ് ആർ സീൻ അറ്റ് ദ ടിപ്പ് ആൻഡ് ഓൾഡർ അറ്റ് ദ ബേസ്. ഓക്കെ, ചെറിയ ഫ്ലവേഴ്സ് ടിപ്പിലായിരിക്കും. ഓക്കെ, വലിയ ഫ്ലവേഴ്സ് ബേസിലായിരിക്കും. ഓക്കെ അല്ലേടാ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഏതാ? സൈമോസ്. നിങ്ങൾ ഈ മുല്ലപ്പൂ കണ്ടിട്ടുണ്ടോ? മുല്ലപ്പൂ മുട്ടിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും? കേടാ, ഇങ്ങനെയാണെങ്കിൽ മുല്ലപ്പൂവിന്റെ മുട്ട് ഇവിടെയും ഫ്ലവർ ഇവിടെയും ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ മുല്ലപ്പൂ ചെടി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി നോക്ക്. മുല്ലപ്പൂ വിരിയുമ്പോ നോക്കുക കേട്ടാ, ശ്രദ്ധിക്കുക. അതായത് രണ്ട് മുട്ടിങ്ങനെ നിൽക്കുന്നുണ്ടാവും, സെന്ററിൽ ഫ്ലവർ ഉണ്ടാവും. അതായത് ഓൾഡർ ഫ്ലവർ, അതായത് പഴയ ഫ്ലവർ എപ്പോഴും, വലിയ ഫ്ലവർ എപ്പോഴും എവിടെയായിരിക്കും? മുകളിലായിരിക്കും. അതിന് താഴെ ആയിരിക്കും യങ്ങർ ഫ്ലവേഴ്സ് വരാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എന്തായിരുന്നു? യങ്ങർ ഫ്ലവേഴ്സ് മുകളിലും ഓൾഡർ ഫ്ലവേഴ്സ് താഴെയായിരുന്നു. ഇവിടെ ഓൾഡർ ഫ്ലവർ മുകളിലും യങ്ങർ ഫ്ലവർ താഴെ.
അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൈമോസ്. അപ്പൊ റെസിമോസും സൈമോസും കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കാം കേട്ടോ. സൈമോസ് നോക്കിയടാ, ഫ്ലോറൽ ആക്സിസ് എൻഡ്സ് ഇൻ എ ഫ്ലവർ. ഇനി ഈ ഫ്ലോറൽ ആക്സിസ് മുകളിലേക്ക് ഇങ്ങനെ വളരുന്നുണ്ടോ? പൂവിന്റെ മുകളിലേക്ക് ഇങ്ങനെ വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഫ്ലോറൽ ആക്സിസ് വളരില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും സൈമോസിൽ ഫ്ലോറൽ ആക്സിസ് വളരില്ല, റെസിമോസിൽ ഫ്ലോറൽ ആക്സിസ് വളരും. ഓക്കെ, അടുത്തത് ഏതാ? ഇനി ദ ഫ്ലവേഴ്സ് ആർ ബോൺ ഇൻ എ ബാസിപെറ്റൽ ഓർഡർ. അപ്പൊ അക്രോപെറ്റൽ ഓർഡർ ഉണ്ട്, ബാസിപെറ്റൽ ഓർഡർ ഉണ്ട്. അക്രോപെറ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? യങ് ഫ്ലവേഴ്സ് ടിപ്പിലോ, ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലായിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ബാസിപെറ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യങ് ഫ്ലവേഴ്സ് എപ്പോഴും താഴെയും പിന്നെ നമ്മുടെ ഓർഡർ ഫ്ലവേഴ്സ് എപ്പോഴും എന്തായിരിക്കും? മുകളിലായിരിക്കും. എന്താണ്? ഓർഡർ ഫ്ലവേഴ്സ് ആർ സീൻ അറ്റ് ദ ടിപ്പ് ആൻഡ് ദ യങ് ടുവേർഡ്സ് ദി ബേസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് ടൈപ്പ് ഇൻഫ്ലോറസൻസ് പഠിച്ചു, റെസിമോസ് ആൻഡ് സൈമോസ്. ഓക്കെ, അടുത്തത് എന്താ? സിമെട്രി. ഓക്കെ, അനിമൽ കിങ്ഡത്തിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഞാൻ സിമെട്രി പഠിപ്പിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? റേഡിയൽ സിമെട്രി, ബയലാറ്ററൽ സിമെട്രി, അസിമെട്രി. ഇത് തന്നെ നമ്മുടെ ഫ്ലവേഴ്സിലുണ്ട്. നോക്കിയടാ, ഒരു ഫ്ലവർ എടുത്തിട്ട് ഈ ഫ്ലവറെ നമുക്ക് എങ്ങനെ മുറിച്ചാലും നമുക്ക് ഈക്വൽ പാർട്ട് കിട്ടില്ല. ഇത് ഇങ്ങനെ മുറിച്ചാൽ കിട്ടും, ഇങ്ങനെ മുറിച്ചാൽ കിട്ടും, ഇങ്ങനെ മുറിച്ചാൽ കിട്ടും. എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ പാർട്സ് കിട്ടും. അപ്പൊ ഒരു ഫ്ലവറിനെ ഏത് പ്ലെയിനിൽ മുറിച്ചാലും ഈക്വൽ പാർട്ട് കിട്ടുകയാണെങ്കിൽ ആ ഒരു സിമെട്രിയെ വിളിക്കുന്ന പേരാണെന്ത്? ആക്ടിനോമോർഫിക്. എന്താ വിളിക്കുക? ആക്ടിനോമോർഫിക്. അനിമൽ കിങ്ഡത്തിൽ നമ്മൾ ഏത് പ്ലെയിനിൽ മുറിച്ചാലും ഈക്വൽ പാർട്ട് കിട്ടുന്നതിന് നമ്മൾ വിളിച്ച പേരെന്താ? റേഡിയൽ സിമെട്രി അല്ലെ? അപ്പൊ ഫ്ലവേഴ്സിലെ ഈ റേഡിയൽ സിമെട്രിനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്ടിനോമോർഫിക്. ഓക്കെ, എന്താണ്? ഫ്ലവേഴ്സ് ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു ഈക്വൽ ഹാഫ്സ് ഇൻ എനി റേഡിയൽ പ്ലെയിൻ. ഓക്കെ, എപ്പോഴും ഫ്ലവേഴ്സിന് നമുക്ക് രണ്ട് ഈക്വൽ പാർട്ട് ആയിട്ട് തിരിക്കാൻ പറ്റും. എങ്ങനെ? ഏത് റേഡിയൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും. എക്സാമ്പിൾ പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. മസ്റ്റാർഡ്, ഡെറ്റൂറ, ചില്ലി. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, പഠിക്കണം. അടുത്തത് ഏതാണ്? സൈഗോമോർഫിക്. സൈഗോമോർഫിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവർ നോക്കിയടാ, ഈ ഫ്ലവറിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചാൽ മാത്രമേ നമുക്ക് ഈക്വൽ പാർട്ട് കിട്ടുള്ളൂ. വേറെ എങ്ങനെ മുറിച്ചാലും നമുക്ക് അതിന്റെ എന്ത് കിട്ടില്ല? ഈക്വൽ പാർട്ട് കിട്ടില്ല. നോക്കിയടാ, ഇപ്പൊ ഇങ്ങനെയാണ് ഫ്ലവർ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ ഈക്വൽ പാർട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ മുറിക്കണ്ടേ? ഓക്കെ, ഇങ്ങനെ മുറിച്ചാൽ ഈക്വൽ പാർട്ട് കിട്ടോ? ഇല്ല. അപ്പോ ഒരൊറ്റ പ്ലെയിനിൽ മുറിച്ചാൽ മാത്രം ഈക്വൽ പാർട്ട് കിട്ടുകയാണെങ്കിൽ ആ ഒരു സിമെട്രിയെ നമ്മൾ അനിമൽ കിങ്ഡത്തിൽ വിളിച്ച പേരെന്താ? ബയലാറ്ററൽ സിമെട്രി അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരെന്താ? സൈഗോമോർഫിക്. എന്താ വിളിക്കുക? സൈഗോമോർഫിക്. നോക്കിയടാ, ഹിയർ എ ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു സിമിലർ ഹാഫ്സ് ഓൺലി ഇൻ എ പെർട്ടിക്കുലർ വെർട്ടിക്കൽ പ്ലെയിൻ. ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ മുറിച്ചാൽ മാത്രമേ നമുക്ക് ഈക്വൽ പാർട്സ് കിട്ടുള്ളൂ. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പീ ഉണ്ട്, ഗുൽമോഹർ ഉണ്ട്, ബീൻ ഉണ്ട്, കാഷ്യ ഉണ്ട്. കാഷ്യ എന്താ? കണിക്കൊന്നാട്ടാ. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട്? പയറുണ്ട്, ഗുൽമോഹർ ചെടിയുണ്ട്, ബീനുണ്ട്, പിന്നെ ഏതാ? നമ്മുടെ കാഷ്യ കൊന്നയുണ്ട്. ഓക്കെ അല്ലേടാ? അടുത്തത് ലാസ്റ്റ് അസിമെട്രി. അറിയാലോ, ഫ്ലവറിനെ എങ്ങനെ മുറിച്ചിട്ടും കാര്യമില്ല, ഈക്വൽ പാർട്സ് കിട്ടില്ല. അതാണ് എന്ത്? അസിമെട്രി. എന്താണ്? ഹിയർ എ ഫ്ലവർ cannot be divided into two similar halves in any vertical plane. ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ മുറിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടില്ല? സിമിലർ ഹാഫ്സ് കിട്ടില്ല. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അസിമെട്രി. എക്സാമ്പിൾസ് ഏതാ? കാന. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ സിമെട്രി പഠിച്ചു വെക്കുക. എപ്പോഴും ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇനി ഫ്ലോറൽ ഡയഗ്രാം ഒക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് എന്താ? പാർട്സ് ഓഫ് ഫ്ലവർ. ഇമ്പോർട്ടന്റ്. ഇനിയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫ്ലവറിന്റെ പാർട്സ് ഒക്കെ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. നോക്കിയടാ, ഒരു ഫ്ലവർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ, ഗ്രീൻ ഇല്ല. ഓക്കെ, ഫ്ലവർ ആർ യൂഷ്വലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആക്സൽസ് ഓഫ് റെഡ്യൂസ്ഡ് ലീഫ് ഈസ് കോൾഡ് ബ്രാക്ട്. ടീച്ചർ എന്നല്ല, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കിയടാ, ഇപ്പൊ ഒരു ഫ്ലവർ നോക്കി, ഈ ഫ്ലവർ നോക്കിയടാ. ഈ ഫ്ലവർ നോക്കുമ്പോ ഇവിടെ കാണുന്നുണ്ട് ഒരു പച്ച പോർഷൻ. ഈ പച്ച പോർഷൻ കണ്ടോ? ഈ പച്ച പോർഷനെ വിളിക്കുന്ന പേരെന്താ? എന്താ വിളിക്കുക? സെപ്പൽസ്. എന്താ വിളിക്കുക? സെപ്പൽസ്. എന്താ വിളിക്കുക? സെപ്പൽസ്. ഓക്കെ, അപ്പൊ ഒരു ചെമ്പരത്തി പൂ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ? ഒരു ചെമ്പരത്തി പൂ എടുത്തു കഴിഞ്ഞാൽ ആ ചെമ്പരത്തി പൂവിന്റെ താഴെ ഒരു പച്ച കളർ പോർഷൻ ഇല്ലേ? അതിലെ ഓരോ ലീഫിനെ, ഓരോ ഇതിനെയും വിളിക്കുന്ന പേരാണ് സെപ്പൽസ്. ആ സെപ്പൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ? എന്താ? കാലിക്സ്. എന്താ വിളിക്കുക? കാലിക്സ്. സെപ്പൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? കാലിക്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. ഇനി നോക്കിയടാ, ഇതാണ് നമ്മുടെ ഈ റെഡ് കളേർഡ് പോർഷൻ ആണ് നമ്മുടെ എന്ത്? ഇതളുകൾ അല്ലെ? അതിനെ വിളിക്കുന്ന പേരെന്താ? പെറ്റൽസ്. ഈ പെറ്റൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊറോള.
എന്താ വിളിക്കുക? കൊറോള. അപ്പൊ താഴെയുള്ള ഗ്രീൻ പാർട്ടാണ് എന്ത്? സെപ്പൽസ്. സെപ്പൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് കാലിക്സ്. മുകളിലുള്ള കളേർഡ് പോർഷൻ, നല്ല സുന്ദരിയായിട്ടുള്ള കളേർഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെറ്റൽസ്. ആ പെറ്റൽസിന്റെ ഗ്രൂപ്പിനെ അവർ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? കൊറോള. ഓക്കെ അല്ലേ? യെസ്. അടുത്ത നോക്കിയടാ, ഇപ്പൊ ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അതിൽ നമുക്ക് നോക്കിയടാ, അതെ ഈ പോർഷൻ ആണ് നമ്മുടെ എന്ത് ഈ ഗ്രീൻ പോർഷൻ ആണ് ടീച്ചർ എന്ത് പറഞ്ഞത്? സെപ്പൽസ്. ഇവരുടെ ഗ്രൂപ്പിനെ ഒരുമിച്ച് വിളിക്കുന്ന പേര് കാലിക്സ്. ഈ കളേർഡ് പോർഷൻ ആണ് എന്ത്? പെറ്റൽസ്. ഇവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കൊറോള. ഇനി ഈ പെറ്റലിനെയും സെപ്പലിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേര്, അതായത് ചില ചെടികളില് ചില ഫ്ലവേഴ്സില് ഈ സെപ്പൽസും പെറ്റൽസും, അതായത് ഈ ഇതളും ഈ പച്ച പോർഷനും ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കും. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പെരിയാന്ത്. എന്താ വിളിക്കുക? പെരിയാന്ത്. ഓക്കെ. പെരിയാന്തിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്ടിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? അല്ലെങ്കിൽ പെരിയാന്ത്. അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? പെരിയാന്ത്. ഈ പെരിയാന്തിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ടെപ്പൽസ്. ഓക്കെ. ഇത് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ പച്ച പോർഷനിലെ ഈ പച്ച ഭാഗത്തെ ഓരോ ഭാഗത്തെയും വിളിക്കുന്ന പേര് സെപ്പൽസ്. അവരുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ? കാലിക്സ്. ഇനി ഇതളുകളെ വിളിക്കുന്ന പേര് പെറ്റൽസ്. പെറ്റൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? കൊറോള. ഇനി ഈ പെറ്റൽസും സെപ്പൽസും ചില ഫ്ലവേഴ്സിൽ ഒരുമിച്ചായിട്ടിരിക്കും. അവരെ വിളിക്കുന്ന പേരെന്താ? പെരിയാന്ത്. പെരിയാന്തിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്ടിനെയും വിളിക്കുന്ന പേരെന്താ? ടെപ്പൽസ്. അപ്പൊ സെപ്പൽസ് ഉണ്ട്, പെറ്റൽസ് ഉണ്ട്, ടെപ്പൽസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഫ്ലവറിൽ അത് ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഒരു ഫ്ലവർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് മെയിൽ ഫ്ലവർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫീമെയിൽ ഫ്ലവർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫ്ലവറിൽ എന്തുണ്ടായിരിക്കും? ബൈസെക്ഷൽ ആയിരിക്കും അല്ലെ? മെയിൽ പാർട്ട് ഉണ്ടാകും, ഫീമെയിൽ പാർട്ട് ഉണ്ടാകും. ഇനി നോക്കിയടാ, ഫ്ലവറിന്റെ മെയിൽ പാർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ് ഓർമ്മയുണ്ടോ? സ്റ്റേമൻ. ഓക്കെ. ഈ പോർഷൻ ആണ് എന്ത്? സ്റ്റേമൻ. നോക്കിയടാ, ഈ പോർഷൻ ആണ് നമ്മുടെ സ്റ്റേമൻ. ഈ പോർഷൻ ആണ് നമ്മുടെ സ്റ്റേമൻ. ഓർക്കുന്നുണ്ടോ? സ്റ്റേമിന് 2 ഭാഗങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ പോർഷൻ ആണ് ആന്തർ, ഇതാണ് നമ്മുടെ ഫിലമെന്റ്. ഇവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റേമൻ. ഓക്കെ അല്ലേ? ഇത് ഒരു സ്റ്റേമൻ. ഇങ്ങനത്തെ ഒരുപാട് സ്റ്റേമനുകൾ ഉണ്ടാവും ഒരു ഫ്ലവറിൽ, അത് മെയിൽ ഫ്ലവർ ആണെങ്കിൽ. ആ സ്റ്റേമിന്റെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആൻട്രീഷ്യം. എന്താ വിളിക്കുക? ആൻട്രീഷ്യം. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻട്രീഷ്യം ആണ്. ആൻട്രീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു സ്റ്റേമനുകൾ കൊണ്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഫീമെയിൽ ആണ് ഫ്ലവർ എങ്കിൽ ഫ്ലവറിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? പിസ്റ്റിൽ ഓർ കാർപ്പൽ ഉണ്ടാകും. എന്തുണ്ടാകും? പിസ്റ്റിൽ ഓർ കാർപ്പൽ. ഇതാണ് പിസ്റ്റിൽ ഓർ കാർപ്പൽ. പിസ്റ്റിൽ എന്നും പറയാം, കാർപ്പൽ എന്നും പറയാം. പിസ്റ്റിൽ ഓർ കാർപ്പലിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഈ മുകളിലുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റിഗ്മ. താഴെയുള്ള ഈ തണ്ട് പോലെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റൈല്. ഏറ്റവും താഴെ ബേസിലുള്ള ഈ ബൾജിന് പോർഷനെ വിളിക്കുന്ന പേരാണ് ഓവറി. ഓക്കെ. ഇനി ഈ പിസ്റ്റിൽ ഓർ കാർപ്പൽ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഗൈനീഷ്യം ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളുള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പൊ ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ആരാ? പിസ്റ്റിൽ ഓർ കാർപ്പൽ ആയിരിക്കും. ഓക്കെ. പിസ്റ്റിൽ ഓർ കാർപ്പലിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ഗൈനീഷ്യം. ഓക്കെ. ഇനി മെയിൽ ഫ്ലവർ ആണെങ്കിൽ സ്റ്റേമൻ ഉണ്ടാകും. സ്റ്റേമന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൻഡ്രീഷ്യം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കിയേ, ഇനി ചില ചെടികളില് ഫ്ലവേഴ്സിന്റെ ബേസിൽ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ലീഫ് ലൈക്ക് സ്ട്രക്ചർ നമ്മുടെ അതുപോലെ തന്നെ ഈ ഫ്ലവറിന്റെ തണ്ടിനെ വിളിക്കുന്ന പേരാണ് പെഡിസൽ. എന്താ വിളിക്കുക? പെഡിസൽ. ഓക്കെ. ഈ പെഡിസലില് ചില ഫ്ലവേഴ്സിൽ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ആ ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ബ്രാക്ട്. എന്താ വിളിക്കുക? ബ്രാക്ട്. ഓക്കെ. ഇനി ചില ഫ്ലവേഴ്സിൽ ബ്രാക്ട് ഉണ്ടാവില്ല. ചില ചെടികളിൽ എന്തുണ്ടാകും? ചില ഫ്ലവേഴ്സിൽ ബ്രാക്ട് ഉണ്ടാകും. ഓക്കെ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ദ ഫ്ലവേഴ്സ് ആർ യൂഷ്വലി പ്രൊഡ്യൂസ്ഡ് ഇൻ ആക്സിൽസ് ഓഫ് റെഡ്യൂസ്ഡ് ലീഫ് ഈസ് കോൾഡ് ബ്രാക്ട്. ഓക്കെ. അതായത് ഫ്ലവേഴ്സിൽ ചില റെഡ്യൂസ്ഡ് ലീഫ് പോലെ, അതായത് ഇല പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് അവിടെ ഉള്ളത്. പക്ഷെ നോർമലി ആ ചെടിയുടെ ലീഫ് ഭയങ്കര വലുതായിരിക്കും. പക്ഷെ ഈ സാധനം അല്ലെങ്കിൽ ഈ ബ്രാക്ട് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വളരെ കുഞ്ഞായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ലീഫ് അതിന്റെ ഒറിജിനൽ ലീഫ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ലീഫിന്റെ ഒരു ചെറിയ മിനിയേച്ചർ ഫോം ആയിരിക്കും. ഓക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്. അതായത് നോർമലി ഇപ്പോ ആ ചെടിയുടെ ലീഫ് ഇത്രയുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫ്ലവർ ആണെങ്കിൽ ഫ്ലവറിന്റെ ഈ പെഡിസൽ തണ്ടില് ഒരു കുഞ്ഞു ലീഫ് പോലെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രാക്ട്. ഓക്കെ. ഇനി നോക്കിയടാ,
ഫ്ലവേഴ്സ് വിത്ത് ബ്രാക്ട് ആർ കോൾഡ് ബ്രാക്ടിയേറ്റ്. ഫ്ലവേഴ്സിന്റെ കൂടെ ബ്രാക്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രാക്ടിയേറ്റ് എന്ന് വിളിക്കും. ഇനി ഫ്ലവേഴ്സ് വിത്തൗട്ട് ബ്രാക്ട് ആർ കോൾഡ് എബ്രാക്ടിയേറ്റ് എന്ന് വിളിക്കാം. എബ്രാക്ടിയേറ്റ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഫ്ലവേഴ്സിന്റെ കൂടെ ബ്രാക്ട് ഉണ്ടെങ്കിൽ ബ്രാക്ടിയേറ്റ്, ബ്രാക്ട് ഇല്ലെങ്കിൽ എബ്രാക്ടിയേറ്റ്. ഓക്കെ അല്ലേ? അടുത്തത് എന്താ? ദ ഫ്ലവേഴ്സ് ഹാസ് എ സ്റ്റോക്ക്. ഓക്കെ, ഫ്ലവേഴ്സിന്റെ തണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? പെഡിസൽ. ടീച്ചർ പറഞ്ഞു തന്നു. ഇറ്റ്സ് സ്വെല്ലൻ എൻഡ് ഈസ് കോൾഡ് തലാമസ് ഓർ റിസെപ്റ്റക്കിൾ. എന്താണ് വിളിക്കാൻ നോക്കിയടാ? ഈ പെഡിസലിന്റെ ഈ സ്വെള്ളൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വീർത്ത ഈ പോർഷൻ കണ്ടോ? ഈ പോർഷൻ, ഈ വീർത്ത് നിൽക്കുന്ന ഈ പോർഷൻ കണ്ടോ? ടീച്ചർ മാർക്ക് ചെയ്യുന്ന ഈ വീർത്ത് നിൽക്കുന്ന ആ പോർഷനെ വിളിക്കുന്ന പേരാണെന്ത്? തലാമസ് അല്ലെങ്കിൽ റിസെപ്റ്റക്കിൾ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഫ്ലവറിന്റെ നമ്മുടെ പെഡിസൽ, ഈ തണ്ടിലെ ഈ വീർത്ത് നിൽക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് തലാമസ് ഓർ റിസെപ്റ്റക്കിൾ. ഇതാണ് ഫ്ലവറിന്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. നോക്കിയടാ, പെരിയാന്ത്. ഫ്ലവേഴ്സ് ഹാവിംഗ് കാലിക്സ് ആൻഡ് കൊറോള ഫ്യൂസ്ഡ് ആർ കോൾഡ് പെരിയാന്ത്. ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. എന്താണ് പെരിയാന്ത്? ഓർമ്മയുണ്ടാ? കാലിക്സ് എന്താന്ന് ടീച്ചർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്താണ്? ഇപ്പൊ നമ്മളൊരു ഫ്ലവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കാട്ടെ, ഇതൊക്കെ ടീച്ചർ പഠിക്കുന്ന സമയത്ത് ടീച്ചർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്ന സാധനങ്ങളാണ്. നോക്ക്, ഇതാണ് നമ്മുടെ സെപ്പൽസ്. സെപ്പൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാലിക്സ്. ഇതാണ് നമ്മുടെ പെറ്റൽസ്, ഇതളുകൾ. ഇവരുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊറോള. ചില ചെടികളിൽ ഈ കൊറോളയും കാലിക്സും എന്തായിരിക്കും? ഫ്യൂസ്ഡ് ആയിരിക്കും, കൂടിച്ചേർന്നിരിക്കും. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെരിയാന്ത്. ഓക്കെ അല്ലേ? എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ലില്ലിയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പെരിയാന്ത്. അടുത്തത് എന്താണ്? ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിന്റെ ഉള്ളില് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബൈസെക്ഷൽ. ബൈ എന്ന് പറഞ്ഞാൽ എന്താ? 2. സെക്ഷൽ എന്ന് പറഞ്ഞാൽ 2 സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പൊ യൂണിസെക്ഷൽ എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ ഫ്ലവറിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്ലവറിൽ എന്തുണ്ടാകും? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാകും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അതാണ് യൂണിസെക്ഷൽ ഫ്ലവർ. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തത് കാലിക്സ് എന്താന്ന് ടീച്ചർ പറഞ്ഞത് നോക്കിയടാ. It is the outermost wall of the flower. It is made up of number of lobes called sepals. Okay, ഫ്ലവറിന്റെ ഏറ്റവും പുറത്തുള്ള ഈ ടേം എന്താ? ഔട്ടർ മോസ്റ്റ് വേൾഡ്. വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലവറിന്റെ ഓരോ ഭാഗങ്ങളെയും വിളിക്കുന്ന പേരാണ് കേട്ടാ. ഓക്കെ, ഔട്ടർ മോസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്ലവറിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗം. ഓക്കെ, ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് എന്ത്? ഇത്. ഓക്കെ, കാലിക്സ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്പർ ഓഫ് സെപ്പൽസ് കൊണ്ടാണ്. ഞാൻ ടീച്ചർ പറഞ്ഞില്ല, ഓരോ ഇൻഡിവിജ്വൽ പോർഷനെയും വിളിക്കുന്ന പേരാണ് എന്താണ്? സെപ്പൽസ്. അടുത്തത് എന്താണ്? സെപ്പൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്താ? കാലിക്സ്. ഓക്കെ അല്ലേ? അടുത്ത എന്താ? സെപ്പൽസ് ആർ ഗ്രീൻ ലീഫ് ലൈക്ക്. ഈ സെപ്പൽസിന് കാണാനായിട്ട് പച്ച നിറമായിരിക്കും. ടീച്ചറുടെ ഈ ടാഗിന്റെ നിറമൊക്കെ ആയിരിക്കും ഏകദേശം. ഓക്കെ, ഗ്രീൻ കളർ ആയിരിക്കും. ഓക്കെ, ലീഫ് ലൈക്ക് ആയിരിക്കും കാണാൻ. പക്ഷെ അവര് ലീഫ് ആണോ? അല്ല. ദി കാലിക്സ് മേ ബി ഗാമോസെപ്പാലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗാമോ. അതായത് ചില ഫ്ലവേഴ്സില് ഈ കാലിക്സ് ഇങ്ങനെ, ടീച്ചർ കാണിച്ചു തരാം. ചില ഫ്ലവേഴ്സിൽ, ഇപ്പൊ ഇതൊരു ഫ്ലവർ ആണെങ്കിൽ ചില ഫ്ലവേഴ്സില്, അയ്യോ മൊത്തം പോയി, ചില ഫ്ലവേഴ്സില് നോക്കിയടാ, ഇവര് ഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഇങ്ങനെ ഭയങ്കര ഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും ആരിയ്ക്കുക? നമ്മുടെ കാലിക്സ് ഇരിക്കുക. ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കും. അങ്ങനെ ഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവർ ഇരിക്കുന്നതെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗാമോസെപ്പാലസ്. എന്താ വിളിക്കുക? ഗാമോസെപ്പാലസ്. ഇനി ചില ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാ കണ്ടോ? ഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് എന്താ? കണ്ടോ? ഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഗാമോസെപ്പാലസ്. ഇനി ഇവര് കണ്ടോ വിട്ടുവിട്ടാ നിൽക്കുന്നേ അല്ലെ? സെപ്പൽസ് വിട്ടുവിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ പേരെന്താ? പോളിസെപ്പാലസ്. എന്താ വിളിക്കുക? പോളിസെപ്പാലസ്. ഓക്കെ അല്ലേ? ഇനി കൊറോള ടീച്ചർ പഠിപ്പിച്ചു. എന്താണ്? ഈ കളേർഡ് പോർഷൻ ആയിട്ടുള്ള നമ്മുടെ പെറ്റൽസ്, കളേർഡ് പോർഷൻ ആയിട്ടുള്ള പെറ്റൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊറോള. ഓക്കെ, ദ ഓൾ ഇന്നർ ടു കാലിക്സ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ്. ഓക്കെ, ഇതിനെ ഓരോ ഇതളുകളെയും വിളിക്കുന്ന പേരാണ് പെറ്റൽസ്. അവരുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കൊറോള. സെറ്റല്ലേ? കൊറോണ എന്ന് ഓർക്കുന്നുണ്ട് അല്ലെ? കൊറോള എന്ന് കേൾക്കുമ്പോ ടീച്ചർക്ക് ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, ഇനി പെറ്റൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് കൊറോള.
അടുത്തത് എന്താ? പെറ്റൽസ് ആർ ബ്രൈറ്റ്ലി കളേർഡ്. ദ ഷേപ്പ് ആൻഡ് കളർ ഓഫ് കൊറോള വേരി ഗ്രേറ്റ്ലി ഇൻ പ്ലാന്റ്സ്. ഇവർക്ക് എന്തായിരിക്കും? നല്ല ബ്രൈറ്റ് കളർ ഉണ്ടാവും. ഓരോ പൂവിനും ഡിഫറെന്റ് ആയിരിക്കും. അടുത്തത് ഫംഗ്ഷൻസ് എന്താ? അട്രാക്ട് ഇൻസെക്ട് ഫോർ പോളിനേഷൻ. കൊറോള മേ ബി ഗാമോപെറ്റാലസ് ഓർ പോളിപെറ്റാലസ്. അതും സെയിം തന്നെ. ഇവരുടെ ഫംഗ്ഷൻ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ പ്രാണികളെ, നമ്മുടെ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യിക്കലാണ് ഇവരുടെ പ്രധാന ഫംഗ്ഷൻ. അല്ലെ, നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചു. നല്ല കളേർഡ് ആയിട്ടുള്ള പെറ്റൽസ് ഉണ്ടാവും നമ്മൾ പഠിച്ചു. സെയിം തന്നെ. പിന്നെ ഇവിടെയും പെറ്റൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് പറയും? ഗാമോപെറ്റാലസ്. പെറ്റൽസ് ഫ്രീ ആയിട്ട്, അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? പോളിപെറ്റാലസ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്തതിലേക്ക് പോവാം. അടുത്തത് എന്താ? ഈസ്റ്റിവേഷൻ. വെരി 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 ഇമ്പോർട്ടന്റ്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഈസ്റ്റിവേഷൻ ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ദ ഫ്ലോറൽ ബഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഈ സെപ്പൽസിനെയും പെറ്റൽസിനെയും എങ്ങനെയാണ് ഈ ഫ്ലവറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ ഡിഫറെന്റ് ആയിട്ട് തിരിക്കാം. ഓക്കെ, ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഈസ്റ്റിവേഷൻ. നോക്കാം നമുക്ക്. നോക്കിയടാ, നമ്മുടെ ഇതളുകൾ അല്ലെങ്കിൽ നമ്മുടെ പെറ്റൽസ് ഓർ സെപ്പൽസ് ഇങ്ങനെ നോക്കിയടാ, ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ഓവർലാപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ വെച്ചേക്കുക. ഓവർലാപ്പിംഗ് ഒന്നുമില്ല ഇവർ തമ്മിൽ. അത്തരത്തിലുള്ള അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്താ? വാൽവേറ്റ്. എന്താ വിളിക്കുക? വാൽവേറ്റ്. നോക്കിയടാ, എന്താ വാൽവേറ്റ്? മാർജിൻ ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ദ ഹോൾ ജസ്റ്റ് ടച്ച് വൺ അനദർ വിത്തൗട്ട് ഓവർലാപ്പ്. ഇങ്ങനെ ഓവർലാപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഇവര്. ഇങ്ങനെ ഓവർലാപ്പ് ഒന്നും ചെയ്തിട്ടല്ല പോയേക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ. അതാണ് വാൽവേറ്റ്. ഓക്കെ, എക്സാമ്പിൾസ് ഏതാ? കാലോട്രോപ്പിസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്തത് ഏതാ? നോക്കിയാ, ഇവിടെ ഇങ്ങനെ കണ്ടോ, ഒരാൾ ഇങ്ങനെ വന്നു, അടുത്ത ആൾ അവനെ കവർ ചെയ്തു, അടുത്ത ആൾ അവനെ ഓവർലാപ്പ് ചെയ്തു, അടുത്ത പെറ്റില അടുത്ത ആൾ ഓവർലാപ്പ് ചെയ്തു. ഇവരിങ്ങനെ ഓവർലാപ്പ് ചെയ്തു. നോക്കിയാ, ഒരാളിങ്ങനെ, അടുത്ത ആൾ പിന്നെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്താ പോയിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് പോയിരിക്കുക. ആ ഈസ്റ്റിവേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്വിസ്റ്റഡ്. എന്താ വിളിക്കുക? ട്വിസ്റ്റഡ്. എന്താണ്? ഹിയർ വൺ മാർജിൻ ഓഫ് ദ അപ്പൻഡേജ് ഓവർലാപ്സ് ദാറ്റ് ഓഫ് ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഒരാൾ അടുത്ത ആളിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോകും. ഓക്കെ, എക്സാമ്പിൾ ഏതാ? ചൈന റോസ് ഉണ്ട്. ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒക്ര, നമ്മുടെ വെണ്ടയ്ക്ക. ഓക്കെ, അടുത്തത് ഏതാ? കോട്ടൺ. ഓക്കെ, അടുത്ത നോക്കിയാൽ ഇത് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഒരു ഓർഡർ ഇല്ല. ചിലവർ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, ചിലർ കൃത്യമായിട്ട് നിൽക്കുന്നു. ഒരു കറക്റ്റ് ഓർഡർ ഇല്ലാണ്ടാണ് ഇവർ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഈസ്റ്റിവേഷനെ വിളിക്കുന്ന പേരാണ് ഇംബ്രിക്കേറ്റ്. ഓക്കെ, ഔട്ട് ഓഫ് ദ 5 സെപ്പൽസ് 1 ഈസ് ഇന്റേണൽ. നോക്കിടാ, ഇത് 5 സെപ്പൽസ് ഉണ്ടെങ്കിൽ ഒരാൾ എന്തായിരിക്കും? അകത്തായിരിക്കും. ആൻഡ് 1 ഈസ് എക്സ്റ്റേണൽ. ഒരാൾ കംപ്ലീറ്റ്ലി എന്തായിരിക്കും? പുറത്തായിരിക്കും. ആൻഡ് അതർ 3 ആർ പാർഷ്യലി ഓർ ഇന്റേണൽ. ഓക്കെ, ബാക്കി 3 പേര് കുറച്ച് പുറത്തും കുറച്ചകത്തും. ഇപ്പൊ നോക്കിയടാ, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവൻ കംപ്ലീറ്റ്ലി എവിടെയാണ്? അകത്താണ്. ഇവൻ കംപ്ലീറ്റ്ലി എന്താണ്? പുറത്താണ്. ബാക്കി എല്ലാവരും എന്താണ്? കുറച്ച് പുറത്തും കുറച്ചകത്ത്. അതായത് കുറച്ചു പേര് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, 2 പേര് ഓവർലാപ്പ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ രീതിയിൽ അതെയോ, അതാണ് എന്താ? ഇംബ്രിക്കേറ്റ്. അതിന്റെ എക്സാമ്പിൾ ആരാ? കാഷ്യ ആൻഡ് ഗുൽമോഹർ. നമ്മുടെ ഗുൽമോഹറും കണിക്കൊന്നയും. ഓക്കെ അല്ലേ? ലാസ്റ്റ് ഏതാ? വെക്സിലറി ഓർ പാപ്പിലോണിഷ്യസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. വെക്സിലറിയുടെ വേറൊരു പേരാണ് എന്താ? പാപ്പിലോണിഷ്യസ്. ഓക്കെ അല്ലേ? എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നോക്കിയടാ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ പെറ്റൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞത് ഇവിടെ ഒരു പെറ്റൽ ഉണ്ടാവും. താഴെ 2 പെറ്റൽസ് ഇങ്ങനെ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും, ഇവരിങ്ങനെ കൂടിച്ചേർന്നിട്ടായിരിക്കും. ഓക്കെ, ഔട്ട് ഓഫ് ദ 5 പെറ്റൽസ് ദ ലാർജസ്റ്റ്, ഇവനെ വിളിക്കുന്ന പേരാണ് എന്താ? സ്റ്റാൻഡേർഡ് പെറ്റൽ. എന്താ വിളിക്കുക? സ്റ്റാൻഡേർഡ് പെറ്റൽ. ഓക്കെ, ഓവർലാപ്പ് ദ 2 ലാറ്ററൽ പെറ്റൽസ്. ഇവർ 2 പേരും എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിന് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഈ ലാറ്ററൽ പെറ്റൽസിനെ വിളിക്കുന്ന പേരാണ് വിങ് പെറ്റൽ. ഇവനെ വിളിക്കുന്ന പേരാണ് എന്താ? വിങ് പെറ്റൽ. ഓക്കെ അല്ലേ? അടുത്തത് ഇവിടെയുള്ള 2 പെറ്റൽസ് കണ്ടോ? ഇവനെ വിളിക്കുന്ന പേരാണ് കീൽ പെറ്റൽ. ഓക്കെ, ഇവർ 2 പേരും ഒരു ചെറിയ കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? ഔട്ട് ഓഫ് ദ 5 petals the largest standard overlap the 2 lateral petals wings which in turn overlap the 2 smallest anterior petals. ഇതാണ് നമ്മുടെ വെക്സിലറി. ഇതൊക്കെടാ, ഇതാണ് നമ്മുടെ എന്തിന്റെ എക്സാമ്പിൾ? നോക്കിയേ, കാലോട്രോപ്പിസ് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ? വാൽവേറ്റിന്. കണ്ടോ, ഇവർ ട്വിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ലേഡീസ് ഫിംഗറിൽ കറക്റ്റ് ആയിട്ട് ട്വിസ്റ്റിംഗ് നടക്കുന്നുണ്ട്. കാഷ്വൽ എന്താ? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഒന്നും ഇല്ല, എന്നാലും ട്വിസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇവിടെയോ? ബീനിലോ? നോക്കിയേ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പെറ്റല്. ഇവിടെ 2 ലാറ്ററൽ പെറ്റല്, ഇവിടെയുള്ള ആൾക്കാര് നമ്മുടെ കീൽ പെറ്റല്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എക്സാമ്പിൾ നമ്മുടെ ബീന്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഇത് പഠിക്കാതെ എക്സാമിന് പോവരുത്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സിറ്റുവേഷൻ. ഓക്കെ അല്ലേ? അടുത്തതാണ് എന്ത്?
മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഓക്കെ, ഫ്ലവർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാ? അതിന്റെ ഉള്ളിൽ ഈ സ്ട്രക്ചർ ഉണ്ടോന്ന് നോക്കിയിട്ടാ. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ? ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ഫ്ലവർ ഈസ് നോൺ ആസ് ആൻഡ്രീഷ്യം ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റേമൻ. സെക്കൻഡ് ഇയർ ടോപ്പിക്കാ. ഓക്കെ, അപ്പൊ നോക്കിയടാ, ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ? ഇറ്റ് ഈസ് ദ തേർഡ് ഹോൾ കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. ഓക്കെ, സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ ഫിഗർ എങ്ങനെയാ വരിക? ഓക്കെ, ഇങ്ങനെ ഒരു ഫിലമെന്റ് ഉണ്ടാകും, ഇങ്ങനെ ഒരു ആന്തർ ഉണ്ടാകും അല്ലെ? ഇത് ആന്തർ, ഇത് ഫിലമെന്റ്. ഇതിന്റെ ഗ്രൂപ്പിനെ ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ടാകും അല്ലെ? ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൻഡ്രീഷ്യം. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൻഡ്രീഷ്യം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇത് ഫിലമെന്റ്, ഇത് ആന്തർ. ഇതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേര് സ്റ്റേമൻ. ഈ സ്റ്റേമിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൻഡ്രീഷ്യം. ഓക്കെ, ഇനി നോക്കിയാ സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, ആന്തർ ആൻഡ് ഫിലമെന്റ്. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ അല്ലെ? സെക്കൻഡ് ഇയർ ടോപ്പിക്കാ. അടുത്തത് ഫിലമെന്റ് എന്താ? ദ ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്ക്. ഈ നീളമുള്ള സ്ലെൻഡർ ആയിട്ടുള്ള സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? പേരെന്താണ്? ഫിലമെന്റ്. അടുത്ത എന്താ? ആന്തർ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലുള്ള പോർഷൻ. ഓക്കെ, അപ്പൊ എന്താ? ദ ബൈലോബ്ഡ് സ്ട്രക്ചർ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഫിലമെന്റ്. ഈച്ച് ലോബ് ഹാസ് 2 ചേമ്പേഴ്സ്. ദ പോളൻ സാക്ക് എൻക്ലോസിംഗ് ദ പോളൻ ഗ്രെയിൻസ്. മുകളിൽ കാണപ്പെടുന്ന ബൈലോബ്ഡ് സ്ട്രക്ചർ, ബൈലോബ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടോ, 2 അറകളില്ലേ? 2 അറകളുള്ള സ്ട്രക്ചർ ആണ് ഇത് ആന്തർ. ഇതിന്റെ അകത്താണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഉള്ളത്. നമ്മൾ പഠിച്ചു അല്ലെ? പോളൻ സാക്സിന്റെ ഉള്ളിൽ എന്തുണ്ട്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഓക്കെ അല്ലെ? അത് എവിടെയാ ഇരിക്കുന്നത്? നമ്മുടെ ആന്തറിന്റെ ഉള്ളിലാണ്. അടുത്തത് നോക്കിയടാ, മോഡിഫിക്കേഷൻ. സ്റ്റേമിനോഡ് ഉണ്ട്, എപ്പിപെറ്റാലസ് ഉണ്ട്, എപ്പിഫിലസ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ടേമുകൾ, കുറെ ടേമുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ള ടേമുകൾ. അവർ കൺഫ്യൂസ്ഡ് ആയി പോകരുത്, പക്കയായിട്ട് തന്നെ പോകും. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ കൃത്യമായിട്ട് ടേബിൾ കൊടുത്തിരിക്കുന്നത്. മക്കളെ, ഈ 3 ടേം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് സ്റ്റേമിനോഡ്? അതായത് ഈ സ്റ്റേമിനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറൈൽ സ്റ്റേമൻ ആണ്. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇവനെ കാണാൻ നമ്മുടെ സ്റ്റേമൻ പോലെയൊക്കെ ഇരിക്കും, പക്ഷെ ഇവൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല? പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അത്തരക്കാരെ വിളിക്കുന്ന പേരാണ് എന്താ? സ്റ്റേമിനോഡ്. ഓക്കെ അല്ലെ? അടുത്തത് എന്താണ്? എപ്പിപെറ്റാലസ്. എന്താ എപ്പിപെറ്റാലസ്? സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ പെറ്റൽസ്. നമ്മുടെ ഈ സ്റ്റേമൻ ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? ഇതളുകളുമായിട്ട്, പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിപെറ്റാലസ്. എക്സാമ്പിൾ ആരാ? നമ്മുടെ വഴുതനങ്ങ, ബ്രിഞ്ചൽ. അടുത്തത് ഏതാ? എപ്പിഫിലസ്. സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ പെരിയാന്ത്. പെരിയാന്ത് എന്താന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? പെരിയാന്ത് എന്താന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ പെരിയാന്ത് നമ്മുടെ, അയ്യോ, ഫ്ലവേഴ്സ് ഹാവിംഗ് കാലിക്സ് ആൻഡ് കൊറോള ഫ്യൂസ്ഡ്. നമ്മുടെ കാലിക്സും കൊറോളയും ഫ്യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? പെരിയാന്ത് എന്ന് വിളിച്ചത് അല്ലെ? അപ്പൊ എപ്പിഫിലസ് എന്താണെന്നാ പറയുന്നത്? എപ്പിഫിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അയ്യോ, എപ്പിഫിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ സ്റ്റേമൻ ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും? പെരിയാന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിഫിലസ്. എക്സാമ്പിൾ ആരാ? നമ്മുടെ ലില്ലി. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, പഠിക്കണം കേട്ടോ, പഠിക്കണം. ഓക്കെ, അടുത്ത ടോപ്പിക് എന്താ? സ്റ്റേമൻസ് മേ ബി ഫ്രീ. ഓക്കെ, ഇനി സ്റ്റേമന്റെ ഗ്രൂപ്പ് ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. ഈ സ്റ്റേമൻസ് ഫ്രീ ആയിട്ട് ഇവർ തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. കണക്ഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? പോളി ആൻഡ്രസ്. എന്താ വിളിക്കുക? പോളി ആൻഡ്രസ്. ഓക്കെ, ഇനി ഇവര് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഒട്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സിനാൻഡ്രസ്. എന്താ വിളിക്കുക? സിനാൻഡ്രസ്. അപ്പൊ സ്റ്റേമൻസ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോളിയാൻഡ്രസ്, ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ സിനാൻഡ്രസ്. ഈ സിനാൻഡ്രസ് തന്നെ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? മോണോ അഡൽഫസ്, ഡൈ അഡൽഫസ്, പോളി അഡൽഫസ്. ഈ മോണോ അഡൽഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെല്ലാവരും എന്തായിരിക്കും? മോണോ അഡൽഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗ്രൂപ്പ് ആയിരിക്കും, ഒരൊറ്റ സിംഗിൾ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഒട്ടി നിൽക്കുക. അതാണ് മോണോ അഡൽഫസ്. അപ്പൊ ഡൈ അഡൽഫസ് എന്തായിരിക്കും? 2 ഗ്രൂപ്പ് ആയിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ, അപ്പൊ പോളി അഡൽഫസ് എന്ന് പറഞ്ഞാൽ നോക്കിയിടാ, കണ്ട, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. കുറെ ഗ്രൂപ്പുകളായിട്ട് ഒട്ടി നിൽക്കുകയായിരിക്കും. അപ്പൊ പോളി അഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടി നിൽക്കുന്നതിൽ എല്ലാവരും ഒറ്റയ്ക്ക്. അഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ അഡൽഫസ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? പോളി ഉണ്ട്, ഡൈ ഉണ്ട്, മോണോ ഉണ്ട്. മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഇവരൊട്ടി നിൽക്കുക. ഓക്കെ, പോളി എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഗ്രൂപ്പുകളായിട്ട്. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ അതാണ്. ഓക്കെ,
അടുത്തത് അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഇത്രയേ ഉള്ളൂ. അടുത്തത് ഏതാ? ഗൈനീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പൊ സ്റ്റേമൻ കൊണ്ടാണ് ആൻട്രീഷ്യം നിർമ്മിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് പിസ്റ്റിൽ ഓർ കാർപ്പൽ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഗൈനീഷ്യം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ പിസ്റ്റിൽ ഓർ കാർപ്പൽ നമ്മൾ വരച്ചത് ഓർക്കുന്നുണ്ടോ? ഒരു സ്റ്റിഗ്മ ഉണ്ടാകും, സ്റ്റിഗ്മയുടെ താഴെ ഒരു സ്റ്റൈൽ ഉണ്ടാകും, സ്റ്റൈലിന്റെ താഴെ ആരുണ്ടാകും? ഒരു ബൾജ്ഡ് പോർഷൻ ആയിട്ടുള്ള ഓവറി ഉണ്ടാവും അല്ലെ? ഇവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? പിസ്റ്റിൽ ഓർ കാർപ്പൽ. ഓക്കെ, ഓക്കേടാ. ഇറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് ഹോൾ ഓഫ് ദ ഫ്ലവർ കമ്പോസ്ഡ് ഓഫ് വൺ ഓർ മോർ കാർപ്പൽസ്. ഇതിന് ഒരെണ്ണത്തിനെ കാർപ്പൽ എന്ന് വിളിക്കും. ഓക്കെ, ഒരുപാട് പേരുണ്ടെങ്കിൽ അവരെ ഗ്രൂപ്പായിട്ട് നമ്മൾ എന്തെന്ന് വിളിക്കും? ഗൈനീഷ്യം എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി നോക്കിയടാ, കാർപ്പൽ ഹാസ് 3 പാർട്സ്. ഇതേ ഈ പോർഷൻ ആണ് സ്റ്റിഗ്മ, ഈ പോർഷൻ ആണ് സ്റ്റൈല്, ഈ പോർഷൻ ആണ് ഓവറി. ഇവിടെ ഈ ഓവറി ഇരിക്കുന്ന ഈ ബേസിനെ വിളിക്കുന്ന പേരാണ് തലാമസ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? യെസ്, അത് തന്നെ. സ്റ്റിഗ്മ, it is the tip of the style and is the receptive surface for the pollen grain. നമ്മൾ പഠിച്ചു the landing surface for pollen grain അല്ലെ? pollen grain വന്ന് വീഴുന്ന ഭാഗമാണ് എന്ത്? സ്റ്റിഗ്മ. അടുത്തത് സ്റ്റൈൽ എന്താ? an elongated tube that connect the ovary to the stigma. സ്റ്റിഗ്മയെയും ഓവറിയെയും കണക്ട് ചെയ്യുന്ന ഇലോങ്ങേറ്റഡ് പോർഷൻ ആണ് എന്ത്? സ്റ്റൈൽ. ഓക്കെ അല്ലേ? അടുത്തത് ഏതാണ്? ഓവറി. ഇറ്റ് ഇസ് എ basal swollen part, one which the style lies. Each ovary bears one or more ovules attached to a flattened placenta. എന്ന് പറഞ്ഞാൽ എന്താ? താഴെയുള്ള swollen surface, swollen portion, ഏറ്റവും ബേസിലായിട്ടുള്ള വീർത്തിരിക്കുന്ന ഭാഗമാണ് എന്ത്? നമ്മുടെ ഓവറി. ഇതിന്റെ അകത്ത് എന്തുണ്ട്? ഒവ്യൂൾസ് ഉണ്ട്. നമ്മൾ പഠിച്ചു അല്ലെ? ഒവ്യൂൾസ് ഉണ്ട്. ഒവ്യൂൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തിലേക്കാണ്? സെക്കൻഡറി ടോപ്പിക് ആണ്. പ്ലാസന്റയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അല്ലെ? സോഫ്റ്റ് കുഷ്യനിലേക്ക് ടിഷ്യൂസ് ഉണ്ട്. ആ ടിഷ്യൂസിലേക്ക് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഒവ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ചു അല്ലെ? അത് തന്നെ ഓവറിയുടെ അകത്ത് എന്തുണ്ട്? ഒവ്യൂൾ ഉണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അതും നമ്മൾ പഠിച്ചു. ഫെർട്ടിലൈസേഷന് ശേഷം നമ്മുടെ ഓവറി എന്തായിട്ട് മാറും? നിങ്ങൾ പറയണം, എന്റെ മക്കള് പറയണം. ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ട്സ് ആയിട്ട് മാറും അല്ലെ? ഓവറിയുടെ അകത്തുള്ള ഒവ്യൂൾ എന്തായിട്ട് മാറും? ഫ്രൂട്ടിന്റെ അകത്ത് എന്താ ഉള്ളത്? സ്വാഭാവികമായിട്ടും അവൻ തന്നെ സീഡായിട്ട് മാറും. അപ്പൊ ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറും, ഒവ്യൂള് സീഡായിട്ട് മാറും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അടുത്തത് പോളികാർപ്പുലറി പിസ്റ്റിൽസ്. ഓക്കെ, ഇപ്പൊ നോക്കി, ഇത് നമ്മുടെ സിംഗിൾ പിസ്റ്റിൽ ആണെന്ന് വിചാരിക്കാം. ഒരൊറ്റ പിസ്റ്റിലേ ഉള്ളൂങ്കിൽ, അല്ലെങ്കിൽ പിസ്റ്റിൽ ഇസ് ഈക്വൽ ടു, അതാദ്യം മനസ്സിലാക്കാട്ടാ. പിസ്റ്റിൽ ഇസ് ഈക്വൽ ടു എന്താ? കാർപ്പൽ. കാർപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? സെയിം ആണ്. ഓക്കെ, ചില സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാർപ്പൽ എന്ന് പറയും, ചില സമയത്ത് പിസ്റ്റിൽ എന്ന് പറയും. എന്ത് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. ഓക്കെ, അതായത് ഒരു പിസ്റ്റിൽ ഓർ കാർപ്പ് ഒരെണ്ണം ഉള്ളൂങ്കിൽ അതിന് നമ്മൾ ഇതെന്ന് പറയും മോണോ കാർപ്പസ്. ഓക്കെ, ഒന്നിൽ കൂടുതലുണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതലുള്ളതില് pistils with many carpels are 2 types, monocarpus, apocarpus, syncarpus. അതില് നോക്കിയടാ, മോണോകാർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എന്തുള്ളൂ? പിസ്റ്റിലേ ഉള്ളൂ. ഓക്കെ, ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളികാർപ്പസ്. ഓക്കെ, അപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞത്? ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽസ് ഓർ കാർപ്പിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പോളികാർപ്പസ്. ഒരൊറ്റ പിസ്റ്റിൽ ഉള്ളെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? മോണോകാർപ്പസ്. ഇനി ഈ പോളികാർപ്പസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? അപ്പോകാർപ്പസ് ഉണ്ട്, സിങ്കാർപ്പസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ദേ നോക്കിയടാ, ഇവിടെ കുറെ കാർപ്പൽസ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാവരും എങ്ങനെയാ നിൽക്കുന്നത്? പറ. ഫ്രീ ആയിട്ടാ. ഇവര് തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോ? യോജിച്ചാണ് നിൽക്കുന്നത്? അല്ല, എല്ലാവരും വേറെ വേറെയാ നിൽക്കുന്നത്. അപ്പൊ കാർപ്പൽസ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പോകാർപ്പൽസ്. ഓക്കെ, കാർപ്പൽസ് ആർ ഫ്രീ. എക്സാമ്പിൾ ഏതാ? ലോട്ടസ് ആൻഡ് റോസ്. അതേ സ്ഥാനത്ത് കുറെ കാർപ്പൽസ് ഉണ്ട്, പക്ഷെ ഇവരെല്ലാവരും യോജിച്ചാണ് നിൽക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഫ്യൂസ് ചെയ്താ നിൽക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? സിങ്കാർപ്പസ്. എക്സാമ്പിൾ ആരാ? മസ്റ്റാർഡ് ആൻഡ് ടൊമാറ്റോ. ഓക്കെ അല്ലേ? വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പ്ലാസന്റേഷൻ. ഓക്കെ, ഒട്ടും വിട്ടു കളയാൻ പാടില്ലാത്ത ടോപ്പിക് ആണ്, ഇമ്പോർട്ടന്റ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പഠിച്ചില്ലേ? അതിലെ ഏറ്റവും ബേസൽ പോർഷനിലാണ് നമ്മുടെ എന്തുള്ളത്? ഓവറി. ഈ ഓവറിയുടെ ഉള്ളിലായിട്ട് ഒവ്യൂൾസ് ഉണ്ട്. അപ്പൊ ഓരോ വെജിറ്റബിൾസിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സിലും ഈ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഫ്രൂട്ട്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓവറിയുടെ അകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ ഓവറിയുടെ അകത്ത് ഒവ്യൂൾസിന്റെ ആ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ഓക്കെ എന്ന് നോക്കുന്ന, അല്ലെങ്കിൽ ആ അറേഞ്ച്മെന്റിന്റെ ബേസിസിൽ ഇത് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്ലാസന്റേഷൻ. ഓക്കെ, അപ്പൊ ഓവറിയുടെ അകത്ത് ഒവ്യൂൾസിന് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരെന്താണ്? പ്ലാസന്റേഷൻ. ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. അതായത് നമ്മുടെ പയറില്ലേ, പയറിന്റെ
സീഡ്സ് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്റെ മക്കള്? ദേ ഇങ്ങനെ മാർജിനില്, ഓവറിയുടെ മാർജിനിലായിട്ടാണ് എന്തിരിക്കുക? ഒവ്യൂൾസ് ഇരിക്കുക. ഓക്കെ, ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരെന്താണ്? മാർജിനൽ പ്ലാസന്റേഷൻ. അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആക്സിയൽ പ്ലാസന്റേഷൻ ആണ്. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇല്ലേ, വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ഇത് കാണാൻ പറ്റും. വെണ്ടയ്ക്കയുടെ സെന്ററിലായിട്ടായിരിക്കും സീഡ് ഇരിക്കുക അല്ലെ. അതിന് ചുറ്റും ഇതിങ്ങനെ എന്തുണ്ടാകും? അറകൾ പോലെ ഉണ്ടാവും, ലൊക്യൂൾസ് ഉണ്ടാകും അല്ലെ. അതായത് സെന്ററിലായിട്ട് ആരുണ്ടാകും? നമ്മുടെ സീഡ് ഓവ്യൂൾസ് ഉണ്ടാകും. അതിങ്ങനെ അറകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള പ്ലാസന്റേഷനെ വിളിക്കുന്ന പേരെന്താണ്? ആക്സിയൽ പ്ലാസന്റേഷൻ. ദ പ്ലാസന്റ ഈസ് ആക്സിയൽ ആൻഡ് ദ ഓവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു ഇറ്റ്സ് സെപ്റ്റ ആർ പ്രസന്റ്. കണ്ടോ, ഈ അറകളെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിപ്പോ ഒരു റൂം ഉണ്ടെങ്കിൽ, പണ്ടൊക്കെ ഞങ്ങൾ ടീച്ചറൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ ഒരൊറ്റ സിംഗിൾ ഹാൾ ആയിരിക്കും, പക്ഷെ പല പല ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഡിവൈഡർ വെച്ചിട്ട് അല്ലെ. അതുപോലെ ഇങ്ങനെ ഈ എന്താണ് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഡിവൈഡർ സെപ്റ്റകൾ വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. സെപ്റ്റ പ്രസന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? പ്ലാസന്റേഷൻ. ഏതായിരിക്കും? ആക്സിയൽ പ്ലാസന്റേഷൻ. എക്സാമ്പിൾ ഏതാ? ചൈന റോസ്, ടൊമാറ്റോ, ലെമൺ, നമ്മുടെ തക്കാളിയൊക്കെ. ഓക്കെ അല്ലേടാ. അടുത്തതാണ് പെരിറ്റൽ പ്ലാസന്റേഷൻ. പെരിറ്റൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയടാ, ഇങ്ങനെ ഇന്നർ സർഫസിലായിട്ട് ഒവ്യൂൾസ് ഇങ്ങനെ, പെരിഫറൽ സർഫസിലായിട്ട് ഒവ്യൂൾസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. The ovules are attached to the placenta which is on the inner wall of the ovary or peripheral part. സെന്ററിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ ഏതാണ്? മസ്റ്റാർഡ്, അർജിമോൾ. ഓക്കെ, നമ്മുടെ കടുകൊക്കെ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തത് ഏതാണ്? ഫ്രീ സെൻട്രൽ. ഫ്രീ സെൻട്രലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സെൻട്രലിൽ തന്നെയായിരിക്കും നമ്മുടെ ഓവ്യൂൾസ് ഉണ്ടാവുക. പക്ഷെ അവിടെ എന്തില്ല? സെപ്റ്റകൾ ഉണ്ടാവില്ല. കണ്ടോ, ഇവിടെ കണ്ട പോലെ സെപ്റ്റാസ് ഉണ്ടോ ഫ്രീ സെൻട്രലിൽ? ഫ്രീ ആയിട്ടാണ് ഓവ്യൂൾസ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഏത് പേര് വന്നത്? ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. എക്സാമ്പിൾ ഏതാണ്? ഡയാന്തസ്, പ്രിംറോസ് ഒക്കെ, പ്രൈംറോസ് ഒക്കെ കേട്ടോ. അടുത്തത് ഏതാ? ബേസൽ പ്ലാസന്റേഷൻ. ബേസൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയിട, കണ്ടോ, ഏറ്റവും ഓവറിയുടെ ഏറ്റവും ബേസിലായിട്ട് താഴെയായിട്ടായിരിക്കും ആരുണ്ടാവുക? നമ്മുടെ ഒവ്യൂൾ ഉണ്ടാവുക. ഒരു സിംഗിൾ ഒവ്യൂളേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഏറ്റവും ഓവറിയുടെ ഏറ്റവും താഴെയായിട്ടായിരിക്കും ആരുണ്ടാവുക? നമ്മുടെ ആരുണ്ടാവുക? ഒവ്യൂൾ ഉണ്ടാവുക. ഒരൊറ്റ ഒവ്യൂളേ ഉണ്ടാവുള്ളൂ. നോക്കിയടാ, ഹിയർ ദ പ്ലാസന്റ ഡെവലപ്സ് അറ്റ് ദ ബേസ് ഓഫ് ദ ഓവറി വിത്ത് എ സിംഗിൾ ഒവ്യൂൾ. ഓക്കെ, ഏറ്റവും താഴെയായിട്ടായിരിക്കും ഒരൊറ്റ ഒവ്യൂളേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ ആരാ? സൺഫ്ലവറും മാരിഗോൾഡും. ഓക്കെ അല്ലേടാ, സെറ്റ് ട്ടാ. അപ്പൊ അടുത്തത് പൊസിഷൻ ഓഫ് ദ ഫ്ലോറൽ പാർട്സ് ഓഫ് ദ തലാമസ്. ഓക്കെ, ടീച്ചർ പറഞ്ഞു എന്താണ്? ഏറ്റവും താഴെയുള്ള ബൾജിന്റെ പോർഷനെ വിളിക്കുന്ന പേരെന്താണ്? തലാമസ്. എന്താണ്? തലാമസ്. ഈ തലാമസിനെ നമ്മൾ ആധാരമാക്കി വെച്ചിട്ട്, ബേസിസ് ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ പെറ്റൽസ്, സെപ്പൽസ്, നമ്മുടെ ഓവറി, ഇതൊക്കെ തലാമസിന്റെ ഏത് ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്? ഇപ്പൊ നോക്കിയ ടീച്ചർ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഫ്ലവറിന്റെ സ്റ്റോക്ക് ആണെന്ന് വിചാരിക്കുക, തണ്ടാണെന്ന് വിചാരിക്കുക. ഈ ബൾജിന്റെ പോർഷൻ ആണ് എന്ത്? നമ്മുടെ തലാമസ്. ഈ തലാമസിന്റെ താഴെയാണോ പെറ്റൽസ്, സെപ്പൽസ്? മുകളിലാണോ സെപ്പൽസ്? ഇനി തലാമസിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഗൈനീഷ്യം വരുന്നത്, ഓവറി വരുന്നത്? അതായത് തലാമസിനെയാണ് നമ്മൾ ബേസിസ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, തലാമസിന്റെ ഏതൊക്കെ ഭാഗത്തായിട്ടാണ് ഇവന്മാരൊക്കെ ഇരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഫ്ലവേഴ്സിനെ ഒന്ന് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ഏത്? ഹൈപ്പോഗൈനസ്. സെക്കൻഡ് വൺ ആണ് ഏത്? പെരിഗൈനസ്. തേർഡ് വൺ ആണ് ഏത്? എപ്പിഗൈനസ്. ഇതിൽ ഹൈപ്പോഗൈനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിടാ, തലാമസിന്റെ മുകളിലായിട്ട് നോക്കിടാ, ഹൈപ്പോഗൈനസ് സുപ്പീരിയർ ഓവറി. തലാമസിന്റെ മുകളിലായിട്ടാണ് ആരിയിരിക്കുന്നത്? തലാമസ് ഇവിടെയാണെങ്കിൽ അതിന്റെ മുകളിലായിട്ട് ആരിയിരിക്കും? ഓവറി ഇരിക്കും. അപ്പൊ ആ ടേം ആണ് എന്ത്? ഹൈപ്പോഗൈനസ്. ഹിയർ ദ ഗൈനീഷ്യം ഓക്യുപ്പൈസ് ദ ഹൈയസ്റ്റ് പൊസിഷൻ, ഓൾ അതർ പാർട്സ് സിറ്റുവേറ്റഡ് ബിലോ ഇറ്റ്. ഓക്കെ, അതായത് നമ്മുടെ തലാമസിന് മുകളിലായിട്ട് ആരിയിരിക്കും? നമ്മുടെ ഓവറി ഇരിക്കും. അതിന്റെ താഴെ ആയിട്ടായിരിക്കും ബാക്കി എല്ലാ ആൾക്കാരും വരിക ഫ്ലവറിന്റെ. ഓക്കെ, അപ്പൊ സുപ്പീരിയർ കിങ് ആണ്, അവനാണ് അവിടുത്തെ മെയിൻ. എക്സാമ്പിൾ ആരൊക്കെയാണ്? മസ്റ്റാർഡ്, ചൈന റോസ്, ബ്രിഞ്ചൽ. അടുത്തത് ഏതാണ്? പെരിഗൈനസ്, ഹാഫ് ഇൻഫീരിയർ ഓവറി. അതായത് ഇവിടെ നോക്കിയടാ, ഇത് നമ്മുടെ തലാമസ് അല്ലെ. ഇതിന്റെ സൈഡിലായിട്ട്, ഇതിന്റെ ഏകദേശം ഒരു റിം എന്ന് പറയാം, സൈഡിലായിട്ട് അറ്റത്തായിട്ട് നമ്മുടെ പെറ്റൽസും സെപ്പൽസും ഒക്കെ വരും. അവരുടെ ഏകദേശം അതിന്റെ ഒരു പോർഷൻ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ ആര് സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ ഗൈനീഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഓവറി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നോക്കുമ്പോ ഇവരുടെ മുകളിലല്ല, താഴെയല്ല. ഓക്കെ, ഹാഫ് ഇൻഫീരിയർ ആണ്. ഫുള്ളായിട്ട് ഇവരുടെ മുകളിലല്ല ഇരിക്കുന്നത്, ഫുള്ളായിട്ട് ഇവരുടെ താഴെയല്ല ഇരിക്കുന്നത്, നടുക്കായിട്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വിളിക്കും പെരിഗൈനസ്, ഹാഫ് ഇൻഫീരിയർ. ഹിയർ ദ ഗൈനീഷ്യം ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സെന്റർ ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ഫ്ലവർ ആർ ലൊക്കേറ്റഡ് ഓൺ ദ റിം ഓഫ് ദ തലാമസ്, ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ലെവൽ. ഓക്കെ, റിം എന്ന് പറഞ്ഞാൽ എന്താ? അറ്റത്തായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹാഫ് ഇൻഫീരിയർ സ്ട്രക്ചർ. എക്സാമ്പിൾ ഏതാ? പ്ലം, റോസ്, പീച്ച്.
ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് എപ്പിഗൈനസ്, ഇൻഫീരിയർ ഓവറി. എല്ലാവരുടെയും താഴെയാണ് പാവം. നോക്കിയടാ, സെപ്പൽസ് ഇവിടെ, പെറ്റൽസ് ഇവിടെ. ഇതിന്റെ ഏറ്റവും താഴെയായിട്ടാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ഓവറി ഇരിക്കുന്നത്, എല്ലാവർക്കും താഴെ. അപ്പൊ 3 ടൈപ്പാണ്. മുകളിലുണ്ട്, മുകളിലല്ല താഴെയല്ല, നടുക്കായിട്ടുണ്ട്, ഏറ്റവും താഴെ. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ എപ്പിഗൈനസ്. എക്സാമ്പിൾ ആരാ? ഗുവ, കുക്കുംബർ, റേ ഫ്ലോറസ്റ്റ് ഓഫ് സൺഫ്ലവർ. സെറ്റ് അല്ലേ? യെസ്. അടുത്തതാണ്, അങ്ങനെ ഫ്ലവർ കഴിഞ്ഞു. ഓക്കെ, ഏറ്റവും ലാർജ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഫ്ലവർ. ഫ്ലവർ കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ക്ലാസ്സിന് ശേഷം പഠിക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഇംബ്രിക്കേറ്റ്, ഇൻഫ്ലോറസൻസ് പഠിക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അടുത്തതാണ് നമ്മുടെ ഫ്രൂട്ട്. ഫ്രൂട്ടിൽ എന്തൊക്കെ പഠിക്കാറുണ്ട്? നമ്മൾ പഠിച്ചു അല്ലെ. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറിയാണ് എന്തായിട്ട് മാറാ? ഫ്രൂട്ട് ആയിട്ട് മാറാ. അപ്പൊ നോക്കിയുടെ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ റൈപ്പൻഡ് ഓവറി ഡെവലപ്ഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ വിച്ച് സീഡ് ഈസ് എൻക്ലോസ്ഡ്. ഇപ്പൊ നോക്കിയേ, ഒരു ഫ്രൂട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം മാങ്ങ വെച്ച് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓവറി ഡെവലപ്പ് ചെയ്തിട്ട് എന്തായി? ഫ്രൂട്ട് ആയിട്ട് മാറി. ഫ്രൂട്ടിന്റെ അകത്ത് എന്തുണ്ട്? സ്വാഭാവികമായിട്ട് മാറുണ്ട്, സീഡ് ഉണ്ടാവും. നമ്മുടെ മാങ്ങാണ്ടി ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? അപ്പൊ ഫെർട്ടിലൈസേഷന് ശേഷം ഓവറിസ് എന്തായിട്ട് മാറി? ഫ്രൂട്ട് ആയിട്ട് മാറി. ഓവ്യൂൾ എന്തായിട്ട് മാറി? സീഡ് ആയിട്ട് മാറി. ഇനി നോക്കിയടാ, ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറി. ഓവറി വാൾ. ഓവറി വാൾ എന്ന് പറഞ്ഞാൽ എന്താ? പെരികാർപ്പ് അല്ലെ? ഈ ഓവറി വാളാണ് ഫ്രൂട്ടിന്റെ വാളായിട്ട് മാറാം. ആ ഫ്രൂട്ട് വാളിനെ വിളിക്കുന്ന പേരെന്താണ്? പെരികാർപ്പ്. എന്താ വിളിക്കുക? പെരികാർപ്പ്. ഈ പെരികാർപ്പ് തന്നെ 3 ഉണ്ട്. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറി, ഓവറിയുടെ വാള് ഫ്രൂട്ട് വാളായിട്ട് മാറി. ഈ ഫ്രൂട്ട് വാളിന്റെ വേറൊരു പേരാണ് പെരികാർപ്പ്. ഈ പെരികാർപ്പ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. നമ്മൾ മാങ്ങ കഴിക്കുമ്പോ പുറത്തുള്ള തൊലിയില്ലേ, അതാണ് നമ്മുടെ എപ്പികാർപ്പ്. എന്താ വിളിക്കുക? എപ്പികാർപ്പ്. ഇനി അകത്ത് നമ്മൾ ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തൊക്കെ കഴിക്കുന്ന ആ പോർഷൻ ഇല്ലേ, അതാണ് മീസോകാർപ്പ്. എന്താ വിളിക്കുക? മീസോകാർപ്പ്. ഇനി സീഡിന്റെ, അതായത് മാങ്ങാണ്ടിയുടെ അടുത്ത് ഭയങ്കര ഹാർഡ് ആയിട്ടൊരു പോർഷൻ ഇല്ലേ, അതാണ് ഇത് എൻഡോകാർപ്പ്. ഓക്കെ, ഇവരെ 3 പേരെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? പെരികാർപ്പ്. സെറ്റ് അല്ലേ? അടുത്തതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. പാർത്തനോകാർപ്പിക് മോസ്റ്റ്ലി ഫെർട്ടിലൈസേഷൻ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ. ചില സമയത്ത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഫ്രൂട്ട് ഉണ്ടാവും. അത്തരത്തില് ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ആ കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താണ്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. നമ്മൾ പഠിച്ചു അല്ലെ? അതിന് എക്സാമ്പിൾ ആരാ? നിങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ടാവും, എനിക്കറിയാം. എന്താണ് എക്സാമ്പിള്? ബനാന. ഓക്കെ, അപ്പൊ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്താ? ഫ്രൂട്ട്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക് എന്താ? ഇൻ മാംഗോ ആൻഡ് കോക്കനട്ട് ദ ഫ്രൂട്ട് ഈസ് നോൺ ആസ് ഡ്രൂപ്പ്. മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറീസ്. ഡ്രൂപ്പ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറീസിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്രൂട്ടുകളെ വിളിക്കുന്ന പേരെന്താണ്? ഡ്രൂപ്പ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഒരൊറ്റ കാർപ്പലുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ഓവറിയിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്രൂട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഡ്രൂപ്പ്. എക്സാമ്പിൾ ആര്? നമ്മുടെ മാങ്ങയും തേങ്ങയും അങ്ങനെ പിടിക്കാം. ഓക്കെ, അപ്പൊ ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരുന്ന ഫ്രൂട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഡ്രൂപ്പ്. എക്സാമ്പിൾ മാങ്ങ, തേങ്ങ. ഓക്കെ അല്ലേ? സെറ്റ്. അടുത്തത് എന്താണ്? പെരികാർപ്പിൽ ആരൊക്കെ വരുന്നുണ്ട്? എപ്പികാർപ്പ്, ഫ്ലഷി മീസോകാർപ്പ്, സ്റ്റോണി എൻഡോകാർപ്പ്. അതായത് തിന്നായിരിക്കും, പുറത്തുള്ള തൊലി ഭയങ്കര തിന്നായിരിക്കും, അകത്തുള്ളത് ഭയങ്കര ഫ്ലഷി ആയിരിക്കും, ഭയങ്കര മാംസം പോലെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന പോർഷൻ. പിന്നെ എൻഡോകാർപ്പ്, സ്റ്റോണി കുറച്ച് ഹാർഡ് ആയിരിക്കും അല്ലെ? നല്ല ഹാർഡ് ആയിരിക്കും. അതാണ്. ഓക്കെ അല്ലേ? അടുത്തത് സീഡ്. ഓക്കെ, സീഡിലേക്ക് പോകാം. സീഡ് അങ്ങനെ വിത്തിലേക്ക് എത്തി. ഫ്രൂട്ടിന്റെ അകത്താണ് വിത്തുള്ളത്, എല്ലാവർക്കും അറിയാലോ അല്ലെ? അപ്പോ ഫസ്റ്റ് എന്താണ്? സീഡാണ്. സീഡ് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്? ഒവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് സീഡ് ഉണ്ടാവുന്നത്, എല്ലാവർക്കും അറിയാലോ. അപ്പോ ഇറ്റ് ഇസ് എ മെച്യൂർ ഒവ്യൂൾ കണ്ടെയ്നിങ് ആൻ എംബ്രിയോ. ഓക്കെ, മെച്യൂർ ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ ഒവ്യൂളിൽ നിന്നാണ് ആരുണ്ടാവുന്നത്? സീഡ് ഉണ്ടാവുന്നത്. സീഡിന്റെ അകത്ത് എന്തുണ്ട്? എംബ്രിയോ ഉണ്ട് അല്ലെ? നമ്മൾ പഠിച്ചു. കുറച്ച് ദിവസം മുൻപാണ് ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചത് പഠിപ്പിച്ചത് നിങ്ങളെ. അപ്പൊ സീഡിന്റെ അകത്ത് എന്തുണ്ട്? എംബ്രിയോ ഉണ്ട്. ആ എംബ്രിയോ മുളച്ചാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് അല്ലെ? അത്രേ ഉള്ളൂ. ഇനി നോക്കിയിട്ട് സ്ട്രക്ചർ ഓഫ് എ ഡൈക്കോട്ട് സീഡ്. ഡൈക്കോട്ട് സീഡ് കണ്ടുപിടിക്കാൻ എളുപ്പമില്ലേ? ഇപ്പൊ നമ്മൾ കടലൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കടല ഇങ്ങനെ ഇതാക്കി നോക്കുമ്പോൾ 2 പോർഷൻ നമുക്ക് കിട്ടും അല്ലെ? അങ്ങനെ 2 പോർഷൻ കിട്ടുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരെന്താണ്? ഡൈക്കോട്ടിലിഡൻ അല്ലെങ്കിൽ ഡൈക്കോട്ട് സീഡ്സ്. ഓക്കെ അല്ലെ? നോക്കിയാ 2 പോർഷൻ ഇല്ലേ? 2 പോർഷൻ ഇല്ലേ? ഉണ്ടല്ലേ? അപ്പൊ നമ്മള് ഡൈക്കോട്ട് സീഡിന്റെ സ്ട്രക്ചർ പഠിച്ചു. +2 നമ്മൾ പഠിച്ചു, ഓർക്കുന്നുണ്ടോ? എന്താണ് പഠിച്ചത്? എന്താ പഠിച്ചത്? ഡൈക്കോട്ട് സീഡിന്റെ സ്ട്രക്ചർ, ഡൈക്കോട്ടിലിഡൻ എംബ്രിയോയുടെ സ്ട്രക്ചർ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എന്താണ് പഠിച്ചത്? 2 കോട്ടിലിഡൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് 2 കോട്ടിലിഡൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ വിളിച്ചത് ഡൈക്കോട്ടിലിഡൻസ് അല്ലെ? അപ്പൊ 2 കോട്ടിലിഡൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു കോട്ടിലിഡൻ ഉണ്ട്, ഇവിടെ ഒരു കോട്ടിലിഡൻ ഉണ്ട് അല്ലെ? ഈ പോർഷൻ ആണ് റാഡിക്കൽ. ഓക്കെ, ഇനി നോക്കിയടാ,
ഇനി കോട്ടിലിഡനില് നമ്മൾ പഠിച്ചു മുകളിലുള്ള റീജിയനെ വിളിച്ച പേരെന്താ എപ്പികോട്ടൈൽ, താഴെയുള്ള റീജിയനെ വിളിച്ച പേരെന്താ ഹൈപ്പോകോട്ടൈൽ. ഓർക്കുന്നുണ്ടോ സ്ട്രക്ചർ? നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇങ്ങനെ ഒരു സ്ട്രക്ചർ പഠിച്ചത് ഓർക്കുന്നുണ്ടോ പിള്ളേരെ? ഓർക്കുന്നുണ്ടോ? ഇത് കോട്ടിലിഡൻസ്, ഇത് എംബ്രിയോണൽ ആക്സിസ്, എന്നിട്ട് ഈ പോർഷൻ ഏതാ? എപ്പികോട്ടൈൽ, ഇത് ഹൈപ്പോകോട്ടൈൽ. ഓർക്കുന്നുണ്ടോ? അത് തന്നെയാണിത്. ഓക്കെ, ഇവിടെ നിന്ന് റാഡിക്കിൾ, ഇവിടെ പ്യൂമ്യൂള്. സെയിം, ഇത് രണ്ടും കോട്ടിലിഡൻസ്, ഇവിടെ റാഡിക്കിള്. ഓക്കെ, ഇവിടെ ഏറ്റവും പുറത്ത് ഈ വിത്തിനെ കവർ ചെയ്തുകൊണ്ട് സീഡ് കോട്ട് ഉണ്ടാകും. ഓക്കെ, താഴെയുള്ള ഭാഗം ഹൈപ്പോകോട്ടില്, മുകളിലുള്ള ഭാഗം എപ്പികോട്ടില്. അത് തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി സീഡ് കോട്ട്. സീഡ് കോട്ട് എന്ന് പറയുമ്പോൾ ഈ വിത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്താണ്? വിത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് 2 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, സീഡ് കോട്ട്. ഇത് 2 ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും പുറത്ത്, ഇപ്പൊ നിങ്ങൾ കടലൊക്കെ പുഴുങ്ങിയിട്ട് നമ്മൾ കഴിക്കൂലേ, അപ്പൊ സ്റ്റീം ചെയ്ത് കഴിക്കുമ്പോൾ പുറത്ത് ഒരു നല്ല ഹാർഡായിട്ട് ഒരു ബ്രൗൺ ഉണ്ടാവും, ഉള്ളിലൊരു വൈറ്റ് കളർ പാട പോലെ ഒരു സ്കിന്ന് പോലെ ഒരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? ഇല്ല. കടല ഇങ്ങനെ അതിന്റെ സ്കിന്ന് കളഞ്ഞ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ട് ഇതില്? ടീച്ചറൊക്കെ പണ്ട് കഴിക്കുമായിരുന്നു. ഇപ്പല്ല, ഇപ്പൊ ഞാൻ മൊത്തം കഴിക്കും. ഓക്കെ, അപ്പൊ ആ പുറത്തുള്ള ആ ഹാർഡായിട്ടുള്ള കവറിങ്ങിനെ വിളിക്കുന്ന പേരെന്താണ്? ടെസ്റ്റ. ആ ഉള്ളിലുള്ള സ്മൂത്ത് ആയിട്ട് കുറച്ച് ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലെയറിനെ വിളിക്കുന്ന പേരെന്താണ്? ടെഗുമൻ. അപ്പൊ ടെസ്റ്റ, ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെഗുമൻ, ഇവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? സീഡ് കോട്ട്. അപ്പൊ സീഡിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സീഡ് കോട്ട് ഉണ്ട്, അത് 2 ലെയേഴ്സ് ഉണ്ട്, ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെഗുമൻ. ഓക്കെ അല്ലേ? അടുത്തത് ഹൈലം. ഓർക്കുന്നുണ്ടോ? ഹൈലം നോക്കിയടാ, ഇത് നമ്മുടെ സീഡ് ആണെങ്കിൽ ഇവിടെ ഒരു കടലൊക്കെ പുഴുങ്ങുമ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്ക്, ഇവിടെ ഒരു ചെറിയ സ്കാറ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈലം. എന്താ വിളിക്കുക? ഹൈലം. എ സ്കാർ ഓൺ ദ സീഡ് കോട്ട്. സീഡ് കോട്ടിൽ കാണപ്പെടുന്ന ഒരു സ്കാർ. ഓക്കെ, ഫംഗ്ഷൻ എന്താ? ദി ഡെവലപ്പിംഗ് സീഡ്സ് വർ അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട്. ഓക്കെ, ഈ ഫ്രൂട്ടും സീഡും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത്, നമ്മുടെ ഫ്രൂട്ടിന്റെ ഉള്ളിലല്ലേ സീഡ് ഇരിക്കുക, ഇവരെ പരസ്പരം അറ്റാച്ച് ചെയ്യിക്കുന്ന ഭാഗമാണ് ഹൈലം. ഓക്കെ അല്ലേ? അടുത്തത് ഏതാണ്? മൈക്രോപൈൽ. എ സ്മോൾ പോർ എബൌവ് ദ ഹൈലം. നോക്കിടാ, ഇത് ഹൈലം ആണെങ്കിൽ ഈ ഹൈലത്തിന് മുകളിലായിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ട്. ഓക്കെ, ആ ഹോളിനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈൽ. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ്? എംബ്രിയോ. എംബ്രിയോ. ഇനി എംബ്രിയോക്ക് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്, നമ്മൾ പഠിച്ചു. എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാകും, കോട്ടിലിഡൻസ് ഉണ്ടാകും. ഡൈക്കോട്ട് എംബ്രിയോ ആണെങ്കിൽ 2 കോട്ടിലിഡൻസ് ഉണ്ടാവും, മോണോകോട്ട് ആണെങ്കിൽ 1 കോട്ടിലിഡൻ ഉണ്ടാവും. അറിയാലോ എല്ലാവർക്കും. അപ്പൊ എംബ്രിയോണൽ ആക്സിസിൽ ആരൊക്കെയുണ്ട്? റാഡിക്കിൾ ഉണ്ട്, പ്ലിമ്യൂൾ ഉണ്ട്. റാഡിക്കിളിൽ നിന്ന് ആര് ഡെവലപ്പ് ചെയ്ത് വരും? റൂട്ട് ഡെവലപ്പ് ചെയ്ത് വരും. പ്ലിമ്യൂളിൽ നിന്ന് ആര് ഡെവലപ്പ് ചെയ്ത് വരും? സ്റ്റെം ഡെവലപ്പ് ചെയ്ത് വരും. അറിയാലോ. അടുത്തത് എന്താ? 2 കോട്ടിലിഡൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് കോട്ടിലിഡൻസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് അബ്സോർബ്സ് ന്യൂട്രിയൻസ് ഫ്രം ദ എൻഡോസ്പെർം ആൻഡ് ട്രാൻസ്ഫർ ടു ദ എംബ്രിയോ. കോട്ടിലിഡൻ പ്രധാനമായിട്ട് നമ്മൾ കഴിക്കില്ലേ, നമ്മൾ ഈ കടലൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിൽ എന്താ കഴിക്കുക? കോട്ടിലിഡൻ ആണ് കഴിക്കുക. ഈ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിയാണ് ആർക്കുള്ളത്? കോട്ടിലിഡനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കടലൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ആ ഒരു പോർഷൻ ഇല്ലേ, അതെന്താ? ശരിക്കും കോട്ടിലിഡൻ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എന്താണ്? നമ്മളൊരു എംബ്രിയോ എടുത്തു കഴിഞ്ഞാൽ എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്, കോട്ടിലിഡൻസ് ഉണ്ട്. എംബ്രിയോണൽ ആക്സിസിൽ റാഡിക്കിളും പ്രിമ്യൂളും ഉണ്ട്. അവര് ഡെവലപ്പ് ചെയ്തിട്ട് റൂട്ടും സ്റ്റെമ്മും ആകും. ഓക്കെ, ഇനി അടുത്തത് കോട്ടിലിഡൻ ആണ്. കോട്ടിലിഡൻ എന്താ ചെയ്യാ? ഫുഡ് റിസർവ് ചെയ്ത് വെക്കും. അടുത്തതാണ് എൻഡോസ്പെർം. ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യൂ സറൗണ്ടിങ് ദ എംബ്രിയോ. ഓക്കെ, എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായി. എംബ്രിയോ മുളച്ചിട്ടാണ് ആരുണ്ടാവുക മക്കളെ? പുതിയ പ്ലാന്റ് ഉണ്ടാവുക. അപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുന്നതുകൊണ്ടാണ് ടീച്ചർ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. നിങ്ങൾക്കറിയാലോ, വിത്തിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടാകും? എംബ്രിയോയും ഉണ്ടാകും, എൻഡോസ്പേമും ഉണ്ടാകും അല്ലെ? ഈ എംബ്രിയോ വളർന്നിട്ടാണ് വിത്ത് മുളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എംബ്രിയോ മുളക്കുക. എംബ്രിയോ മുളച്ചിട്ടാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുക. അപ്പൊ ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കലാണ് ആരുടെ ഫംഗ്ഷൻ? എൻഡോസ്പെർമിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ വിത്തിന് ശരിക്കും എന്തൊക്കെയാ ഉള്ളത്? വിത്തിന്റെ പുറത്തൊരു സീഡ് കോട്ട് ഉണ്ട്, 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ഏതൊക്കെയാ? ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗുമൻ. അതിന്റെ അകത്ത് എന്താണ്? എംബ്രിയോയും ഉണ്ടാവും, എൻഡോസ്പെർം ഉണ്ടാവും. എംബ്രിയോ എന്താണ്? ഡൈക്കോട്ട് എംബ്രിയോ ആണെങ്കിൽ 2 കോട്ടിലിഡൻസ് ഉണ്ടാവും, 1 എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. മോണോകോട്ടിലിഡൻ ആണെങ്കിൽ 1 എംബ്രിയോണൽ ആക്സിസും 1 കോട്ടിലിഡനും ഉണ്ടാവും. അതുകൂടാതെ ഇവർക്ക് എന്തുണ്ടാകും? എൻഡോസ്പെർം ഉണ്ടാകും.
ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ സീഡ്. അടുത്തത് എന്താണ്? സ്ട്രക്ചർ ഓഫ് എ മോണോകോട്ട് സീഡ്. ഒരു മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. എന്താണ്? നമ്മുടെ ഒരു മോണോകോട്ട് സീഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ എംബ്രിയോ. ഇത് ഇത്ര പോർഷൻ ആണ് എംബ്രിയോ. ഇതാണ് നമ്മുടെ എന്ത്? എൻഡോസ്പേം. ഈ എംബ്രിയോക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുന്ന ഫുഡ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഇത്. ഓക്കെ, ഇനി നോക്കിയടാ, നമ്മുടെ എംബ്രിയോയില് ഓക്കെ അല്ലെ, ഈ പോർഷൻ ആണ് റാഡിക്കൽ. ഇവിടെ നിന്നാണ് എന്ത് വരിക? റൂട്ട് വരിക. ഓക്കെ, ഇനി നോക്കിയടാ, നമ്മുടെ ഒരു മിനിറ്റ് മക്കളെ, ഓക്കെ, ഇത്രയും എംബ്രിയോ, ഈ പോർഷൻ ആണ് നമ്മുടെ റാഡിക്കൽ. ഓക്കെ, ഇനി മുകളിലുള്ള പോർഷൻ എപ്പികോട്ടൽ, എപ്പികോട്ടലിന് താഴെയുള്ള പോർഷൻ ഹൈപ്പോകോട്ടൽ. ഓക്കെ, ഇനി ഇത് ഏറ്റവും പുറത്തുള്ള നമ്മുടെ സീഡ് കോട്ട്. അപ്പൊ ഒന്നുമില്ല, സീഡിന്റെ ഏറ്റവും പുറത്ത് സീഡ് കോട്ട് ഉണ്ടാകും, അകത്ത് എൻഡോസ്പേം ഉണ്ടാകും, എംബ്രിയോയും ഉണ്ടാകും. എംബ്രിയോയില് മുകളിലുള്ള പോർഷൻ എന്താണ്? എപ്പികോട്ടൽ, താഴെയുള്ള പോർഷൻ ഹൈപ്പോകോട്ടൽ. റൂട്ട് വരുന്ന സ്ഥലം റാഡിക്കൽ. ഓക്കെ അല്ലേ? റൂട്ട് വരുന്ന സ്ഥലം എന്താ? റാഡിക്കൽ. പിന്നെ അവർക്ക് ഒരു കോട്ടിലിഡൻ ഉണ്ടാകും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒരു കോട്ടിലിഡൻ ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ലേബൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനി സീഡ് കോട്ട് എന്താ? ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്രൂട്ട് വാള്. ഓക്കെ, സീഡ് കോട്ട് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും? ഓക്കെ, സീഡ് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? എന്താ സീഡ് കോട്ട്? സീഡിന്റെ പുറത്തുള്ള പ്രൊട്ടക്റ്റീവ് ലെയറിനെ വിളിക്കുന്ന പേരാണ് എന്താ? സീഡ് കോട്ട്. ഓക്കെ, അടുത്തത് എന്താണ്? എൻഡോസ്പേം, ബൾക്കി ആൻഡ് സ്റ്റോർസ് ഫുഡ്. എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ ടീച്ചർ പറഞ്ഞു. എന്താണ്? ഡെവലപ്പിംഗ് എംബ്രിയോക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കുക, നറിഷ്മെന്റ് കൊടുക്കുക. അപ്പൊ അതിൽ നിറച്ചു എന്തായിരിക്കും? ഫുഡ് ആയിരിക്കും അല്ലെ? അടുത്തത് എന്താ? അലിയൂറോൺ ലെയർ, പ്രോട്ടീനേഷ്യസ് ലെയർ, ഔട്ടർ കവറിംഗ് ഓഫ് എൻഡോസ്പേം. എൻഡോസ്പേമിനെ കവർ ചെയ്തുകൊണ്ടുള്ള പ്രോട്ടീനേഷ്യസ് ഒരു കവറിംഗ് ഉണ്ട്, എൻഡോസ്പേമിനെ കവർ ചെയ്തുകൊണ്ടുള്ള. ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോട്ടീനേഷ്യസ് കവറിംഗ് അഥവാ അലിയൂറോൺ ലെയർ. ഓക്കെ, അപ്പൊ എൻഡോസ്പേമിനെ കവർ ചെയ്തുകൊണ്ടുള്ള ലെയറിനെ വിളിക്കുന്ന പേരെന്താണ്? അലിയൂറോൺ ലെയർ. ഓക്കെ അല്ലേ? അടുത്തത് എംബ്രിയോ. എന്താണ്? ഒരു എംബ്രിയോയിൽ ആരൊക്കെയുണ്ട്? എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. ഓക്കെ, എംബ്രിയോണൽ ആക്സിസിൽ ആരൊക്കെയുണ്ട്? പ്യൂമ്യൂൾ ഉണ്ട്, റാഡിക്കൽ ഉണ്ട്. പ്യൂമ്യൂൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ? കോളിയോടൈൽ. ഓർക്കുന്നുണ്ടോ? മോണോകോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ പഠിക്കുക കേട്ടാ, സെക്കൻഡ് ഇയർ പഠിക്കുക. അപ്പൊ ഈ ചാപ്റ്റർ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാവും. ഓക്കെ, പ്യൂമ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കോളിയോടൈൽ ഉണ്ട്, റാഡിക്കലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കോളിയോ റൈസ് ഉണ്ട്. ഓക്കെ, അടുത്തത് മോണോകോട്ട് ആയതുകൊണ്ട് തന്നെ എത്ര കോട്ടിലിഡൻ ഉണ്ടാവും? ഒരൊറ്റ കോട്ടിലിഡൻ. ആ കോട്ടിലിഡനെ നമ്മളൊരു വേറെ പേരിട്ട് വിളിക്കുമല്ലോ, സ്ക്യൂട്ടല്ല. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തത് ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഫാമിലി. നിങ്ങൾക്ക് ആകെ ഒരൊറ്റ ഫാമിലിയെ പഠിക്കാനുള്ളൂ. ആ ഫാമിലിയുടെ പേരെന്താ? സോളനേസിയേ. എന്താണ് ഫാമിലിയുടെ പേര്? സോളനേസിയേ. ഓക്കെ, നമുക്ക് പൊട്ടറ്റോ ഫാമിലിയാണ്. നമുക്കപ്പോ ആ ഫാമിലിനെ പറ്റി പഠിക്കാം. ഇത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഫ്ലോറൽ ഡയഗ്രാം അല്ലെങ്കിൽ ഫ്ലോറൽ ഫോർമുല എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. ഡയഗ്രാം അങ്ങനെ ചോദിച്ച് എന്നാലും വരക്കാം എങ്ങാനും വന്നാലോ. ഓക്കെ, അപ്പം ഫ്ലോറൽ ഫോർമുല നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് ഇതൊക്കെ. ഓക്കെ, ഇപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടി നമ്മുടെ കയ്യിൽ തന്നിട്ട്, ഇപ്പൊ ഒരു ചെടി നമ്മുടെ കയ്യിൽ തന്നു, എന്നിട്ട് ആ ചെടി കണ്ടിട്ട് ഇത് ഏത് ഫാമിലി ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ എല്ലാ ചെടികളും ഒരുപോലെയാണ് ഇരിക്കുന്നത്? അല്ല. ഇപ്പൊ ഒരു ചെടി തന്നിട്ട് ഇപ്പൊ ആ ചെടിയുടെ ഈസ്റ്റുവേഷൻ വ്യത്യാസം ഉണ്ടാകും അല്ലെ, ഇൻഫ്ലോറസൻസ് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ അവരുടെ ലീഫുകൾ ഓപ്പോസിറ്റ് ആയിരിക്കും, അൾട്ടർനേറ്റ് ആയിരിക്കും അല്ലെ. ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഈ ഒരു പാർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്തിന്റെ യൂസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാന്റുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. അപ്പൊ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഈ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനുണ്ടല്ലേ, അപ്പൊ ഇതാണ് ഫാമിലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഒരൊറ്റ ഫാമിലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതാ? സോളനേസിയെ. നോക്കാം നമുക്ക്. നോക്കിയടാ, ഫസ്റ്റ് ഓക്കെ, നമ്മള് ഇത് ഇങ്ങനെ എഴുതുമ്പോ നോക്കിയടാ, സോളനേസിയ ഫാമിലി ഹാസ് അറൌണ്ട് 4000 സ്പീഷീസ്. ഓക്കെ, സോളനേസിയ ഫാമിലിയിൽ ഏകദേശം 4000-ഓളം സ്പീഷീസ് ഉണ്ട്. അപ്പോ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇതിനെപ്പറ്റി കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? അതിന്റെ ഹാബിറ്റ് ആണ്. ഓക്കെ, ആ പ്ലാന്റ് എവിടെയാണ് കാണപ്പെടുക? നമ്മുടെ സോളനേസിയ പൊട്ടറ്റോ ഫാമിലി എവിടെയാണ്? ഇൻ ട്രോപ്പിക്സ്, സബ് ട്രോപ്പിക്സ് ആൻഡ് ടെമ്പറേറ്റ് സോൺസിൽ. ഓക്കെ, ട്രോപ്പിക് ഏരിയകളിലും സബ് ട്രോപ്പിക് ഏരിയകളിലും ടെമ്പറേറ്റ് റീജിയനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടുത്തത് എന്താണ്? ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അടുത്തത് ഹെർബ്സ് ആണോ? ഡിസ്ട്രിബ്യൂഷൻ. ടീച്ചർക്ക് മാറിപ്പോയതാണ്. ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ് ഈ ചെടികളെ കാണപ്പെടുക എന്നുള്ളതാണ് എന്ത്? ട്രോപ്പിക്സ്, സബ് ട്രോപ്പിക്സ്, ടെമ്പറേറ്റ് സോൺസ്.
ഓക്കെ, അപ്പൊ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഭൂമിയില് അല്ലെങ്കിൽ നമ്മുടെ എർത്തില് ഇവർ എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഇവർ വളരുന്നത് എന്നാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. അടുത്തത് ഹാബിറ്റ്. ഇവരെങ്ങനെയാണ്, ഹെർബ്സ് ആണോ, ഷ്രബ് ആണോ, സ്മോൾ ട്രീസ് ആണോ, അങ്ങനെയൊക്കെ ഇല്ലേ, കുറ്റിച്ചെടികളാണോ, ചെറിയ ചെറിയ മരങ്ങളാണോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ സോളഞ്ചേസി ഫാമിലിയില് ഹെർബ്സ് ആയിട്ടായിരിക്കും, ഷ്രബ്സ് ആയിട്ടായിരിക്കും, ചെറിയ ചെറിയ സ്മോൾ ട്രീസ് ആയിട്ടായിരിക്കും. അടുത്തത് എന്താണ്, ഇവരുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, ഇവരുടെ സ്റ്റെം എങ്ങനെയായിരിക്കുന്നത്, ലീഫ് എങ്ങനെയായിരിക്കുന്നത്, ഇവരുടെ റൂട്ട് എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത്. ഇവരുടെ സ്റ്റെമ്മിന്റെ പ്രത്യേകത റയർലി വുഡി ആയിരിക്കും. ഭയങ്കര മരമാണോ ഇവര്? അല്ലല്ലോ, വളരെ റയർ ആയിട്ടായിരിക്കും ഇവര് മരമായിട്ട് കാണാം. അടുത്തത് ഏരിയൽ ഇറക്റ്റ് ആയിരിക്കും, ഇങ്ങനെ ഇറക്റ്റ് ആയിട്ട് നിവർന്ന് നിൽക്കുന്ന ടൈപ്പ് ആയിരിക്കും, ബ്രാഞ്ചഡ് ആയിരിക്കും. ഓക്കെ, ചില്ലകൾ ഉണ്ടാകും. അടുത്തത് സോളിഡ് ഓർ ഹോൾ. ഇവരുടെ ബ്രാഞ്ച് ചിലപ്പോ സോളിഡ് ആയിരിക്കും, കട്ടിയുള്ളതായിരിക്കും ഉള്ളിൽ, അല്ലെങ്കിൽ ഉള്ളിൽ പൊള്ളയായതായിരിക്കും. അടുത്തത് എന്താ, ഹെയറി അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇൻ പൊട്ടറ്റോ. ഹെയറി, ഇവരുടെ എന്തുണ്ടായിരിക്കും, സ്റ്റെമ്മിൽ ചെറിയ ചെറിയ ഹെയറി സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ലീവ്സ് എന്താ, ആൾട്ടർനേറ്റ് ആണ്. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർക്കുന്നുണ്ടോ? ഇവിടെ ഒരു നോഡില് ഒരു ലീഫ് ഉണ്ടെങ്കിൽ അടുത്തത് ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെയായിരിക്കും ലീഫ്. ഓക്കെ, അടുത്തത് എന്താണ്, സിമ്പിൾ ആയിരിക്കും. റെയർലി പിന്നേറ്റ്ലി ആയിരിക്കും, ചിലപ്പോ പിന്നേറ്റ്ലിയും പാമേറ്റ്ലിയും ഓർമ്മയുണ്ടോ? പിന്നേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, പിന്നേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്ന് വരും അല്ലെ, ഒരൊറ്റ തണ്ടില് ഇങ്ങനെ. കോമ്പൗണ്ട് ലീഫ് 2 ടൈപ്പ് ഉണ്ട്, പിന്നേറ്റ്ലി, പാമേറ്റ്ലി. ഇതാണ് ടീച്ചർ പറഞ്ഞത്. അതെല്ലാം പഠിച്ചാലേ നമുക്ക് ഫ്ലോറൽ ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. സോ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നേറ്റ്ലി പാമേറ്റ്ലി ആയിരിക്കും, എക്സ്റ്റിപ്പുലേറ്റഡ് ആയിരിക്കും. സ്റ്റിപ്യൂൾസ് ഉണ്ടായിരിക്കില്ല. സ്റ്റിപ്യൂൾസ് ഇല്ലെങ്കിലാണ് നമ്മൾ ഇതിൽ നിന്ന് പറയാ എക്സ്റ്റിപ്പുലേറ്റഡ് എന്ന് പറയാ. അടുത്തത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. വീനേഷൻ ഏതാ, പാരലൽ ആണോ റെറ്റിക്കുലേറ്റ് ആണോ? റെറ്റിക്കുലേറ്റ്. ഇനി ഇവരുടെ റൂട്ടിന്റെ പ്രത്യേകത എന്താ, ടൈപ്പ് റൂട്ട് ആണ്. 3 ടൈപ്പ് റൂട്ട് പഠിച്ചു, ഓർക്കുന്നുണ്ടോ? അഡ്വന്റീഷ്യസ്, ഫൈബ്രസ്, ടേപ്പ് റൂട്ട്. അതിൽ ഇവരുടെ ഏതാ, ടേപ്പ് റൂട്ട്. ഓക്കെ അല്ലേ? അടുത്തത് ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇനി ഫ്ലവറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫ്ലവറിന്റെ പ്രത്യേകത ഇൻഫ്ലോറസെൻസിന്റെ പ്രത്യേകത എന്താ, ഏതാണ്, സോളിറ്ററി. സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പൂവേ ഉണ്ടാവുള്ളൂ, ഒരു തണ്ടിൽ ഒരൊറ്റ പൂവേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് സോളിറ്ററി. ആക്സിലറി ഓർ സൈമോസ്. സൈമോസ് എന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? സൈമോസ്, റെസിമോസ് ഓർക്കുന്നുണ്ടോ നിങ്ങള്? യെസ്. ഓക്കെ, അടുത്തത് ഏതാണ്, ഫ്ലവർ ബൈസെക്ഷൽ ആണ്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒരൊറ്റ ഫ്ലവറിൽ കാണും. ഓക്കെ, അടുത്തത് എന്താണ്, ആക്ടിനോമോർഫിക്. ആക്ടിനോമോർഫിക് ഓർക്കുന്നുണ്ടോ? എങ്ങനെ മുറിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, ഈക്വൽ ഹാഫ്സ് കിട്ടും. അടുത്തത് ഏതാണ്, കാലിക്സ്. കാലിക്സിന്റെ പ്രത്യേകത എന്താ നോക്കിയടാ, സെപ്പൽസ് 5. ഇവരുടെ സെപ്പൽസ് എത്ര ഉണ്ടാകും, 5 ഉണ്ടാകും. ഗ്യാമോസെപ്പാലസ് ആണ്. ഗ്യാമോസെപ്പാലസ് എന്ന് പറഞ്ഞാൽ ഈ സെപ്പൽസ് ഇങ്ങനെ കൂടി ചേർന്നിരിക്കും. അടുത്തത് എന്താണ്, പെർസിസ്റ്റന്റ് വാൽവേറ്റ് ആണ്. വാൽവേറ്റ് എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ നിങ്ങള്? എന്താണ്, ഓവർലാപ്പിംഗ് ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ തൊട്ടിരിക്കുന്ന ഇതായിരിക്കും. ഓക്കെ അല്ലേ, അതാണ് വാൽവേറ്റ്. അടുത്ത എന്താ, കൊറോള. ഇവരുടെ പ്രത്യേകത, പെറ്റൽസിന്റെ പ്രത്യേകത എന്താ, പെറ്റൽസും 5 ആണ്. ഗ്യാമോ പെറ്റാലസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ, പെറ്റൽസും എങ്ങനെയായിരിക്കുന്നത്, കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. അതും വാൽവേറ്റ് ആണ്, ഓവർലാപ്പിംഗ് ഒന്നുമില്ല. ഓക്കെ, അടുത്തത് എന്താണ്, ആൻഡ്രീഷ്യം. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താ, സ്റ്റേമൻ എന്താ, 5. സ്റ്റേമിന് എത്രണ്ണുള്ളൂ, 5 ആണ്. എപ്പിപെറ്റാലസ് ആണ്. എന്താണ് എപ്പിപെറ്റാലസ് ഓർക്കുന്നുണ്ടോ? സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് വിത്ത് പെറ്റൽസ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എപ്പിപെറ്റാലസ്. അപ്പൊ സോളനേസിയേ ഫാമിലിയിൽ ഇവരുടെ പെറ്റൽസ് എപ്പോഴും, ഇവരുടെ സ്റ്റേമൻസ് എപ്പോഴും ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും, പെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? അടുത്തത് എന്താ, ഗൈനീഷ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പ്രത്യേകത ബൈകാർപ്പലറി. എത്ര കാർപ്പൽസ് ഉണ്ടാകും, 2 എണ്ണം. ഇനി സിൻകാർപ്പസ്, അവരെങ്ങനെയായിരിക്കുന്നത്, കൂടിച്ചേർന്നിട്ട്. ഓക്കെ, ഓവറി സുപ്പീരിയർ. ഓവറി എങ്ങനെയാ, സുപ്പീരിയർ പൊസിഷനിലാണ് ഇരിക്കുന്നത്. സ്വോളൻ പ്ലാസിന്റെ വിത്ത് മെനി ഓവ്യൂൾസ്, ഒരുപാട് ഓവ്യൂൾസ് ഉണ്ട്. ഇനി ഓക്കെ, അടുത്തത് സീഡ് എന്താ, മെനി ആയിരിക്കും. എൻഡോസ്പെർമസ്. ഇവർക്ക് എന്തുണ്ടാകും, എൻഡോസ്പെർമ ഉണ്ടാവും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അടുത്തതാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഇവരെ കൊണ്ട് എന്താണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻസ്, നമുക്ക് മനുഷ്യന്മാർക്ക് ഇവരെ കൊണ്ട് എന്താണ് ഉപയോഗമുള്ളതെന്നാണ്. എന്താണ്, വെജിറ്റബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പച്ചക്കറി ആയിട്ട് ഉപയോഗിക്കാം. ആരൊക്കെ, ടൊമാറ്റോ ഉണ്ട്, ബ്രിഞ്ചൽ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. ഓക്കെ ഓക്കെ, സ്പൈസ് ആയിട്ട് ഉപയോഗിക്കാം. ഏതാണ്, ചില്ലി. ഓക്കെ, അടുത്തത് എന്താണ്, മെഡിസിൻ. ഓക്കെ, മെഡിസിൻ പർപ്പസ് ഉണ്ട്, മരുന്നായിട്ട് യൂസ് ചെയ്യാം. ഏതാണ്, ബെല്ലഡോണയോ അശ്വഗന്ധയോ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് ഫ്യൂമിഗേറ്ററി ആയിട്ട് ഉപയോഗിക്കാം. എക്സാമ്പിൾ, ടൊബാക്കോ. ഓക്കെ, അടുത്തത് ഓർണമെന്റൽ ആയിട്ട് ഉപയോഗിക്കാം. പെറ്റൂണിയ. ഓക്കെ, ഇതാണ് ഈ ഫാമിലിയുടെ പ്രത്യേകത. ഓക്കെ, ഇതാണ് ഈ ഫാമിലിയുടെ പ്രത്യേകത. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ ഫ്ലോറൽ ഫോർമുല. ഇമ്പോർട്ടന്റ്. അപ്പൊ ശ്രദ്ധിക്ക, എന്റെ മക്കള് ശ്രദ്ധിച്ചിരിക്കാട്ടാ.
ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത് ഫ്ലോറൽ ഫോർമുലയില് ആക്ടിനോമോർഫിക് ആണെന്ന് ടീച്ചർ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ. ഓക്കെ, എങ്ങനെ മുറിച്ചാലും ഈക്വൽ പാർട്സ് കിട്ടും. ആക്ടിനോമോർഫിക്. ഇനി ബൈസെക്ഷൽ അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മെയിലിനെ എപ്പോഴും നമ്മള് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഫീമെയിലിനെ എപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ബൈസെക്ഷൽ വരുമ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെ കമ്പൈൻ ചെയ്യിക്കണം. ദേ ഇങ്ങനെ, മെയിലുണ്ട് ഫീമെയിലുണ്ട്. ഓക്കെ, അടുത്തത് കാലിക്സ്. കാലിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? കെ. കാലിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? കെ. കാലിക്സ് എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? 5. ഇവരെങ്ങനെയാ യുണൈറ്റ് ചെയ്തായിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്തെന്ന് പറയും? ഒരു മിനിറ്റ് മക്കളെ, ഇവിടെ ഒരുമിച്ച് എഴുതാനുള്ള സ്പേസ് ഇല്ല. ഓക്കെ, അപ്പൊ ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. ഓക്കെ, കാലിക്സ് 5 ഉണ്ട്. അപ്പൊ കെ ആണ് കാലിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. 5. ഇവര് ഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെ വരും. ഇനി കൊറോള എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? അതും. സെപ്പൽസ് എത്രണ്ണം തന്നെ? പെറ്റൽസ് എത്രണ്ണം തന്നെ? കൊറോള എന്ന് പറഞ്ഞാൽ എന്താ? പെറ്റൽസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊറോള അല്ലെ? അപ്പൊ പെറ്റൽസ് എത്രണ്ണം തന്നെ? 5 എണ്ണമാണ്. അതും എന്താണ്? ഗ്യാമോപെറ്റാലസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? അവരും ഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമ്മള് ഫോർമുലയിൽ എങ്ങനെ എഴുതും? കൊറോള 5. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ്? ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിന് ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക? എ. സ്റ്റേമൻസ് എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? 5. സ്റ്റേമൻസ് എത്ര ഉണ്ട്? 5. ഓക്കെ, അടുത്തത് എന്താ? ഇനി നോക്കിയടാ, എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞിട്ടുണ്ട്. എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് വിത്ത് എന്താ? പെറ്റൽസ്. അപ്പൊ ഈ സ്റ്റേമനും പെറ്റൽസും തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിങ്ങനെ കാണിക്കണം. കാരണം ഇവരെന്താ? എപ്പിപെറ്റാലസ് ആണ്. അപ്പൊ ഇവിടുത്തെ സ്റ്റേമനും ഇവരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് ഇങ്ങനെ കാണിക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ ഗൈനീഷ്യം സുപ്പീരിയർ ആണ് അല്ലെ? അപ്പൊ സുപ്പീരിയർ ആണെങ്കിൽ ഇവിടെയാണ് തലാമസ് എങ്കിൽ അതിന്റെ മുകളിലായിട്ടായിരിക്കും ആരുണ്ടാവുക? ഗൈനീഷ്യം ഉണ്ടാവുക. അപ്പൊ സുപ്പീരിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ തലാമസിന് മുകളിലായിട്ടായിരിക്കും ആരുണ്ടാവുക? ഗൈനീഷ്യം ഉണ്ടാവുക. ഓക്കെ അല്ലെ? ഇനി എത്ര ഗൈനീഷ്യത്തില് എത്ര പിസ്റ്റൽസ് ഓർ കാർപ്പിൾസ് ഉണ്ട്? ബൈകാർപ്പിലറി എന്നല്ലേ പറഞ്ഞത്? 2. ആ 2 കാർപ്പിൾസും ഫ്യൂസ്ഡ് ആണ്, സിൻകാർപ്പസ് ആണ് അല്ലെ? അപ്പൊ അവരെങ്ങനെയായിരിക്കും? 2 കാർപ്പിൾസ് ഉണ്ട്, അവര് ഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫോർമുല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? സിമെട്രി പറഞ്ഞു. സിമെട്രി ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. ഓക്കെ, പിന്നെ കാലിക്സ് അതായത് സെപ്പൽസ് 5 ഉണ്ട്, അവര് ഫ്യൂസ്ഡ് ആണ്. കൊറോളയും 5, കൊറോളയിലെ പെറ്റൽസ് 5 ഉണ്ട്, അതും ഫ്യൂസ്ഡ് ആണ്. ആൻഡ്രീഷ്യത്തിൽ 5 സ്റ്റേമൻസ് ഉണ്ട്. ഇവിടെ എപ്പിപെറ്റാലസ് ആണ്, ഇവര് കണക്റ്റഡ് ആണ്. സോ അവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് കൊടുത്തു. ഗൈനീഷ്യം സുപ്പീരിയർ ആണ്, അപ്പൊ തലാമസിന്റെ മുകളിൽ വരക്കണം. ഇനി ഇൻഫീരിയർ ആയിരുന്നെങ്കിൽ എങ്ങനെ വരക്കും? ഗൈനീഷ്യം ഇങ്ങനെ വരക്കണം. ഇനി ഹാഫ് ഇൻഫീരിയർ ആണെങ്കിൽ ഗൈനീഷ്യം എങ്ങനെ വരക്കണം? ഇങ്ങനെ വരക്കണം. മനസ്സിലായോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഡയഗ്രാം നോക്കി വെക്കുക. എങ്ങാനും വരക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് വരക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് ഈ ഫ്രൂട്ടിന്റെയും സീഡിന്റെയും ഭാഗങ്ങളൊന്നും ടീച്ചർ ഭയങ്കരമായിട്ട് ആദ്യമായിട്ട് എടുത്തു തരുന്ന രീതിയിലല്ല എടുത്തു തന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട് ആ എംബ്രിയോയുടെ ഭാഗമൊക്കെ. അപ്പൊ അത് പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. അപ്പൊ ഫ്ലോറൽ ഫോർമുല നിങ്ങൾക്ക് ഒരൊറ്റ ഫാമിലിയെ പഠിക്കാനുള്ളൂ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ക്ലാസ് കേൾക്കുക, നോട്ടുകൾ കൃത്യമായിട്ട് എഴുതുക. +2 പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും നന്നായിട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബയോളജിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. താങ്ക് യു.